ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മോർണിംഗ് വൈബ്സ് വളരെ മനോഹരമായിട്ടുള്ള, ശാന്തസുന്ദരമായിട്ടുള്ള, അതേസമയം കലയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന, ആർട്ട് വർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടത്താണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. തിരുവനന്തപുരത്ത് കോവളത്തിനടുത്താണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഇത് അല്പം കൂടിയൊക്കെ ആളുകളിലേക്ക് എത്തണം. അതിന്റെ ഒരു കാര്യം കൂടിയൊക്കെ നമുക്ക് സംസാരിക്കാം. എന്നാലും ഒരുപാട് കലാരൂപങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കൈത്തറി, അല്ലെങ്കിൽ മറ്റ് ക്രാഫ്റ്റ് രൂപങ്ങൾക്കുള്ള പ്രോത്സാഹനം നൽകുന്ന ഒരിടമാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. അതിന്റെ വിശേഷങ്ങൾ, ഇവിടെ നല്ലൊരു കളരിയുണ്ട്. ആ കളരി തറയിലേക്കൊക്കെ നമുക്ക് പോകാം. ഒപ്പം തന്നെ ആർട്ട് എംപോറിയം, ഇതിലെ കാഴ്ചകൾ, പെയിന്റിങ്ങുകൾ, ഒപ്പം തന്നെ നമ്മളൊപ്പം ഒരു അതിഥിയും ചേരും. നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഓൺട്രപ്രണർ ശോഭാ വിശ്വനാഥ്. ശോഭാ വിശ്വനാഥിനെ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട സാഹചര്യം ഇല്ലാന്ന് തോന്നുന്നു. ശോഭാ വിശ്വനാഥ് നമുക്കറിയാവുന്ന ഒരു കരാൾക്കടയുടെ അല്ലെങ്കിൽ കൈത്തറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമാണ് ഇപ്പോൾ കേരളത്തിൽ. അപ്പോൾ ശോഭാ വിശ്വനാഥ് നമ്മോടൊപ്പം ചേരും. ഒപ്പം തന്നെ ഞാനിപ്പോൾ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ് സതീഷ് കുമാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ക്രാഫ്റ്റ് വില്ലേജ് അതിനൊരു ബേസിക് ആലോചന എന്തായിരുന്നു? അതായത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും കൂടുതൽ അൺഓർഗനൈസ്ഡ് ആയ ഒരു വിഭാഗമാണ് കരകൗശല വിദഗ്ധരും നെയ്ത്തുകാരും. അപ്പം ഇവരെ പലപ്പോഴും പലതരത്തിലുള്ള ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട്. ഇത്തരം അത് ഇടനിലക്കാരാണ്, മാർക്കറ്റിലുള്ള ഇന്റർമീഡിയറീസ് ആണ് ഇവരെ പലപ്പോഴും ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇന്റർമീഡിയറീസിനെ ഒഴിവാക്കിക്കൊണ്ട് ഉൽപാദകരെ നേരിട്ട് ഉപഭോക്താവുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങള് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് പ്രധാനമായും? ഞാൻ കൈത്തറി എനിക്കറിയാം, അതിന്റെ അപ്പുറത്തേക്ക് വൈവിധ്യങ്ങളായ കരകൗശല വസ്തുക്കള് ഞങ്ങളെ ക്യാമ്പസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 30ഓളം ക്രാഫ്റ്റ് സ്റ്റുഡിയോസ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലുള്ള പല ക്രാഫ്റ്റ്സ്മാൻമാരും ദേശീയ അവാർഡ് ജേതാക്കളും അതേപോലെ ശില്പഗുരു അവാർഡ് ജേതാവൊക്കെയാണ് നമ്മുടെ ക്യാമ്പസിലുള്ളത്. അപ്പം പേപ്പർ ക്രാഫ്റ്റ് ഉണ്ട്, കേരളത്തിന്റെ തനതായിട്ടുള്ള ക്രാഫ്റ്റ് ഫോമായിട്ടുള്ള വുഡ് ക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ മെറ്റൽ ക്രാഫ്റ്റ് ഉണ്ട്, അതേപോലെ ഡ്രൈ ഫ്ലവർ മേക്കിംഗ് ഉണ്ട്. അപ്പം ഓരോന്നും ഒന്നിനൊന്ന് ഡിഫറൻഷിയേറ്റഡ് ആണ്. പിന്നെ നമുക്ക് ശരിക്കും നമ്മുടെ ക്യാമ്പസിലെ ഈ ക്രാഫ്റ്റ് കഫേയിലൂടെ നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 30 സ്റ്റുഡിയോസിൽ പോകുമ്പോൾ നമ്മൾ കേരളത്തിന്റെ 14 ജില്ലകളിലുള്ള 30 സ്റ്റുഡിയോ ഉണ്ട്. 14 ജില്ലകളിലുള്ള ക്രാഫ്റ്റുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാല് ഈ ഒരു 30 സ്റ്റുഡിയോയിൽ പോകുമ്പോൾ നമ്മൾ 14 ജില്ലകളിലും ഒരു റൈഡാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആളുകൾ രാവിലെ മുതൽ എത്തുന്നുണ്ടോ ഇവിടെ? എനിക്ക് തോന്നുന്നു ഇത് 2018 നിർമ്മാണം ആരംഭിച്ച് 2021 സ്റ്റാർട്ടായി അല്ലേ? അതെ, 21 ജനുവരിയിലാണ് ക്യാമ്പസ് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പം 21 നമ്മൾ 24 എത്തി നിൽക്കുമ്പോൾ നന്നായിട്ടുള്ള ഒരു പ്രോഗ്രസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് ഒരു 100-ൽ അധികം ആളുകൾ ഡെയിലി വിസിറ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കോവളം ഒരു ഇന്റർനാഷണൽ ടൂറിസം ഹോട്ട്സ്പോട്ട് ആയതുകൊണ്ട് തന്നെ വിദേശികള് ഇപ്പൊ കൂടുതലായിട്ട് അവര് ഈ ക്രാഫ്റ്റ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ വരികയും ഒരു ഹോൾ ഡേ ക്യാമ്പസ് തന്നെ ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദേശ ടൂറിസ്റ്റുകളെയാണ് അതോ? അങ്ങനെയൊന്നുമില്ല. അതായത് ക്രാഫ്റ്റ് പാഷനേറ്റ് ആയിട്ടുള്ള ആർക്കും ക്യാമ്പസിൽ വരാം, ക്രാഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഈ സതീഷ് കുമാർ പറഞ്ഞ ഒരു കാര്യം, ഈ കരകൗശല ആ ഒരു കരകൗശലത്തോടുള്ള താല്പര്യമുള്ളവർക്ക് നേരിട്ട് അനുഭവിക്കാം. അതായത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഇടമല്ല, അത് നിർമ്മിക്കുന്ന ഇടം കൂടിയാണ് അല്ലെ? കരകൗശലം നേരിട്ട് കാണാം. അതെ, നേരിട്ട് നിർമ്മാണം കാണാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കുകയും ചെയ്യാം. രണ്ടാണ്, അതായത് ഡിസ്പ്ലേ കം സെയിൽ എന്നുള്ളൊരു പോളിസിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അത് അത്തരത്തിലുള്ളൊരു സെന്റർ, അത്തരത്തിലുള്ളൊരു ഇടം ആദ്യമായിരിക്കും. എന്നാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇവിടെ നല്ലൊരു കളരി കേന്ദ്രം കൂടിയുണ്ട്. ഇതാണ് എന്റെ പിന്നിലേക്ക് കാണുന്ന ഈ കളരി കേന്ദ്രത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറണം. അവിടെ നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ കളരി അഭ്യാസമൊക്കെ നടത്തുന്നുണ്ട്. ആ കാഴ്ചയിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് ഞാൻ ഫാസ്റ്റ് ന്യൂസിലേക്ക് ഒന്ന് പോകുന്നു. വാർത്തകൾ അത് അതിപ്രധാനമാണല്ലോ മോർണിംഗ് വൈബ്സിൽ. അപ്പോൾ ആര് ചേരുന്നുണ്ട്? ആര്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണുള്ളത്. അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ എത്താം. കളരി ചെറിയ അഭ്യാസമൊക്കെ ഉണ്ട്. ആർക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും ഫാസ്റ്റ് ന്യൂസ് എന്താണ്? തീർച്ചയായും ഗുഡ് മോർണിംഗ് എൽദോ. എന്തായാലും നമുക്ക് ക്രാഫ്റ്റ് വില്ലേജിലെ കൂടുതൽ കാഴ്ചകൾ കാണേണ്ടതുണ്ട്. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്, വാർത്താ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ആ വാർത്തകളെല്ലാം നമുക്ക് അതിവേഗം നോക്കിയിട്ട് തിരികെ എത്താം.
സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ നേട്ടം. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഗവർണർ അയച്ച ബിൽ അംഗീകരിച്ച രാഷ്ട്രപതി. സെക്ഷൻ 14 പ്രകാരം ലോകായുക്തയുടെ അധികാരങ്ങൾ ഇനി കുറയും. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ CMRLന്റെ കരിമണൽ ഖനനം ചോദ്യം ചെയ്യുന്ന ഹർജി ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. 99 കോടിയോളം രൂപയുടെ കരിമണൽ അനധികൃതമായി CMRL കടത്തിയെന്നാണ് പരാതി. തോട്ടപ്പള്ളിയിൽ നിന്ന് 10 ലക്ഷത്തോളം ടൺ കരിമണൽ CMRL കടത്തിയെന്ന് ആരോപണം. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് 120 വരെ സീറ്റുകളിലേക്കുള്ള പട്ടികയാകും പുറത്തിറക്കുക. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഡൽഹിയിൽ യോഗം ചേരും. JP നദ്ദയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പങ്കെടുക്കും. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് തിരുവനന്തപുരത്ത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗത്തിനെത്തും. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൌധരി, വിശ്വജിത് കദം എന്നിവരും പങ്കെടുക്കും. കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് തലസ്ഥാനത്ത് ഇന്ന് സമാപനം. ഈ മാസം 9-ാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച സമരാഗ്നി യാത്രയാണ് വൈകുന്നേരം പുത്തരിക്കണ്ടം മൈതാനത്തെ ഉമ്മൻചാണ്ടി നഗറിൽ സമാപിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ആദായ നികുതി വകുപ്പിന്റെ തുടർച്ചയായ നോട്ടീസുകൾക്കെതിരെ ബിനോയ് കോടിയേരി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വിശദീകരണം നൽകും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങളും ഹോംസ് ജനറൽ ട്രേഡിംഗ് ലിമിറ്റഡുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഹാജരാക്കണമെന്ന നോട്ടീസുകൾ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ 10 ഇടത്ത് മത്സരിക്കുമെന്ന NCP ഔദ്യോഗിക വിഭാഗം. പാർട്ടി വിളിച്ച ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. LDF യോഗത്തിൽ പങ്കെടുപ്പിക്കാത്തതിന്റെ ഭാഗമായാണ് NCPയുടെ പുതിയ നീക്കം. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖലി വസ്തുതാ അന്വേഷണ സംഘം നാളെ സന്ദർശിക്കും. സംഘത്തോട് കൊൽക്കത്ത ഹൈക്കോടതി നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് സന്ദർശനം. പ്രതിപക്ഷ നേതാവും BJP നേതാവുമായ സുവേന്ദു അധികാരി ഇന്ന് സന്ദേശ് ഖലി സന്ദർശിക്കും. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കേസിൽ 6 പേർ അറസ്റ്റിൽ. സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷ്വ, ഇടുക്കി സ്വദേശി അഭിഷേക് S, തിരുവനന്തപുരം സ്വദേശികളായ ആകാശ് SD, രഹൻ ബിനോയ്, ശ്രീഹരി RD, തൊടുപുഴ സ്വദേശി ഡോൺ ഡായ് എന്നിവരാണ് അറസ്റ്റിലായത്. 12 പേർ ഒളിവിലെന്ന് പോലീസ്. കോളേജിൽ വിദ്യാർത്ഥി കോടതി പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തി. വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ പത്തനംതിട്ട മൌണ്ട് സിയോൺ ലോ കോളേജിൽ നിന്ന് പുറത്താക്കി. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. ജെയ്സനെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യത്തിൽ പ്രിൻസിപ്പൽ ഇൻചാർജിനെ യൂത്ത് കോൺഗ്രസുകാർ പൂട്ടിയിട്ടിരുന്നു. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ കോച്ചിനുള്ളിൽ പുക ഉയർന്നതിന് കാരണം ശുചീകരണത്തിനിടയിലെ അശ്രദ്ധ. പുക ഉയർന്നത് ശുചിമുറി വൃത്തിയാക്കി ജീവനക്കാരൻ പുറത്തിറങ്ങിയതിന് പിന്നാലെ C5 കോച്ചിലാണ് ആലുവയ്ക്കും കളമശ്ശേരിക്കും ഇടയിൽ പുക പടർന്നത്. തുടർന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചിരുന്നു. ഹിമാചൽ പ്രദേശിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം തുടർന്ന് കോൺഗ്രസ്. MLA-മാരുമായി ചർച്ച നടത്തി DK ശിവകുമാറും ഭൂപീന്ദർ സിംഗ് ഹൂഡയും. എന്നാൽ വിമത MLA-മാരുമായി ചർച്ച നടത്താൻ AICC പ്രതിനിധികൾ ആയിട്ടില്ല. വിമതരിൽ ചിലർ മുഖ്യമന്ത്രിയുമായും കോൺഗ്രസ് ഹൈക്കമാൻഡുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി ഹർഷവർദ്ധൻ ചൌഹാൻ. അഖിലേഷ് യാദവ് ഇന്ന് CBIക്ക് മുന്നിൽ ഹാജരായേക്കില്ല. ഉത്തർപ്രദേശിലെ ഹാമിർപൂരിൽ ധാതുക്കളുടെ അനധികൃത ഖനനത്തിനെതിരെ 2019 രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. സാക്ഷി എന്ന രീതിയിലാണ് CBI അഖിലേഷിനെ വിളിപ്പിച്ചിട്ടുള്ളത്. പട്ടയ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി മുണ്ടക്കയം കേന്ദ്രമാക്കി സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. 7000-ലധികം പട്ടയ അപേക്ഷകളിൽ തീരുമാനമെടുക്കും. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എരുമേലി വടക്ക്, തെക്ക്, കോരുത്തോട്, മുണ്ടക്കയം എന്നീ വില്ലേജുകളിലായാണ് നടപടികൾ. മലയോര പട്ടയത്തിലെ തടസ്സങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തി പരിഹരിച്ചതായും മന്ത്രി പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ OP അത്യാഹിത വിഭാഗം ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.78 കോടി രൂപ ചെലവിട്ട് പൂർത്തിയാക്കിയതാണ് കുടുംബാരോഗ്യ കേന്ദ്രം. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. കണ്ണൂർ മൊറാഴ സ്വദേശിനി ഗീതയ്ക്ക് സമീക്ഷ UK നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർവഹിച്ചു. സമീക്ഷ ലണ്ടൻഡറി മുൻ
സെക്രട്ടറി ജോഷി സൈമന്റെ മകൻ റുവൻ സൈമണിന്റെ സ്മരണാർത്ഥമാണ് വീട് നൽകിയത്. കേരളത്തിലെ ആദ്യ വോട്ടർ അവയർനെസ് ഫോറം അട്ടപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് സംവിധാനം. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളും അറിവുകളും പകർന്നു കൊടുക്കലാണ് ലക്ഷ്യം. ITDP പ്രൊജക്ട് ഓഫീസർ VK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി പരിപാലന കമ്മിറ്റിയുടെ മൻഖൂസ് മൗലിദ് അർത്ഥസഹിതം എന്ന പുസ്തകം പുറത്തിറക്കി. സമസ്ത പ്രസിഡന്റ് റൌയിസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ പ്രകാശനം ചെയ്തു. P അബ്ദുൾ ഖാദർ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി. റിലയൻസ് ഡിസ്നി ലയനത്തോടെ പുതിയ സംയുക്ത സംരംഭം നിലവിൽ വന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും വയാക്കോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡും വോൾട്ട് ഡിസ്നി കമ്പനിയും പുതിയ സംയുക്ത സംരംഭം രൂപീകരിക്കാനുള്ള കരാറിൽ ഏർപ്പെട്ടു. പുതിയ സംയുക്ത സംരംഭത്തിൽ റിലയൻസ് 10,500 കോടി രൂപ നിക്ഷേപിക്കും. നിത അംബാനിയാണ് പുതിയ കമ്പനിയുടെ ചെയർപേഴ്സൺ. ഉദയ് ശങ്കറാണ് വൈസ് ചെയർപേഴ്സൺ. കുറഞ്ഞ നിരക്കിൽ വിമാന സർവീസ് നടത്തുന്ന എയർ ഏഷ്യ മലേഷ്യയിലെ കുലാലംപൂരിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് പറക്കാൻ കുറഞ്ഞ നിരക്ക് അവതരിപ്പിച്ചു. 4,325 രൂപ നിരക്കിലാണ് ഒരു ദിശയിലേക്കുള്ള യാത്ര നടത്താൻ സാധിക്കുന്നത്. കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ മാർച്ച് 10 വരെ ബുക്കിംഗ് നടത്താം. യാത്ര ചെയ്യേണ്ടത് 2024 നവംബർ 30 മുമ്പായിരിക്കണം. പ്രേമലു തെലുങ്ക് പതിപ്പിന്റെ വിതരണം ഏറ്റെടുത്ത സംവിധായകൻ SS രാജമൌലിയുടെ മകൻ കാർത്തികേയ. വമ്പൻ തുകയ്ക്കാണ് സിനിമയുടെ മൊഴിമാറ്റ അവകാശം കാർത്തികേയ നേടിയതെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. മൊഴിമാറ്റ പതിപ്പിന്റെ ഡബ്ബിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. ചിത്രം മാർച്ച് 8 റിലീസ് ചെയ്യും. കേരളം സന്തോഷ് ട്രോഫി ക്വാർട്ടറിൽ ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന മേഘാലയ ഗോവ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചതോടെയാണ് കേരളം ഗ്രൂപ്പിൽ നിന്ന് ക്വാർട്ടർ ഉറപ്പാക്കിയത്. അരുണാചൽ പ്രദേശിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കേരളം പരാജയപ്പെടുത്തി. വനിതാ 2020 പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തി UP വാരിയേഴ്സ്. UPയുടെ ജയം 7 വിക്കറ്റിന്. മുംബൈ ഉയർത്തിയ 162 റൺസ് വിജയലക്ഷ്യം 3 വിക്കറ്റ് നഷ്ടത്തിൽ UP മറികടന്നു. ഓക്കെ, അതിവേഗ വാർത്തകളുമായിട്ടാണ് ആര്യ ചേർന്നത്. എന്താണല്ലോ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ കേരള കരകൗശല ഗ്രാമം അല്ലെങ്കിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ കളരിക്ക് മുന്നിലാണ് ഞങ്ങളുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സതീഷ് കുമാർ നമ്മുടെ തുടരുന്നുണ്ട്. സതീഷ് ചേട്ടാ, നമുക്ക് എന്തായാലും ഈ കളരി ഒന്ന് കണ്ടാലോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കാണാം ഈ കളരി ഇവിടെ അവിടെ അവർ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ രാവിലെ തന്നെ പരിശീലനത്തിലാണ്. അവരുടെ പരിശീലനം നമുക്ക് മുടക്കാത്ത രീതിയിൽ നമുക്ക് കയറി ചെല്ലാമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതാണ് ഇവിടുത്തെ ഒരു കളരി. അതിന്റെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമുക്ക് മോർണിംഗ് വൈബ്സിൽ എന്താണ് രാവിലെ അല്പം കളരി ആകാം എന്ന് തോന്നുന്നു. അവർ രാവിലെ തന്നെ അഭ്യാസം ചെയ്തോ. നമസ്കാരം. അഭിലാഷ് അല്ലേ? അഭിഷേക്. ഓക്കെ. അഭിഷേകിന്റെ വീട് വടകര. എത്ര നാളായി കളരി അഭ്യസിക്കുന്നു? കളരി അഭ്യാസം ഒരു 13-ാം വയസ്സിൽ തുടങ്ങിയാണ്. എത്ര നാളെ അഭ്യസിപ്പിക്കുന്നു? ഒരു 2-3 വർഷം. 3 വർഷമായിരുന്നു. ഓക്കെ, അപ്പം ഇത് ശരിക്കും ഇതിന്റെ നേതൃത്വം പത്മശ്രീ മീനാക്ഷി അല്ലെ? അവരുടെ കീഴിലാണ് ഇത് നടത്തുന്നത് അല്ലേ? ആണല്ലേ? ഗുരുക്കൾ വരാറുണ്ടോ? പലപ്പോഴും വരാറുണ്ട്. ഓക്കെ, അപ്പോ ഈ കളരിയുടെ ഒരു മാർഗത്തെയൊക്കെ നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ ഒരുപാട് സ്വീകാര്യത്തിലിരിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ തെക്കൻ രീതിയിലുള്ള ഒരു കളരി പരിശീലനം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വടകരയായതുകൊണ്ട് വടക്കൻ രീതിയിലാണ് പരിശീലിപ്പിക്കുന്നത് ഇവിടെ. അതിന് കൂടുതൽ മെയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയാണ്. അത് ഏറ്റെടുക്കുന്നുണ്ട് ആൾക്കാർ, കുട്ടികൾ മനസ്സിലാക്കുന്നവർ അത് പഠിക്കാൻ. ഈ കളരി ഇവര് കൂടുതലൊരു ഡിഫൻസ് മാർഗം എന്നുള്ളതാണ്. അതൊരു ഈ ഫിറ്റ്നസ് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവർ. അതെ, വടക്കൻ കളരി കൂടുതലും ഫിറ്റ്നസ്, ആരോഗ്യ, ബോഡി ഫ്ലെക്സിബിലിറ്റിക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യാറ്. അതിന് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഡിഫൻസിലേക്കും ഫൈറ്റ് മുറയിലേക്കൊക്കെ വരുന്നത്. ആദ്യം നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാലുയർത്തുകൾ, അങ്ങനെ ഫ്ലെക്സിബിലിറ്റിക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എക്സസൈസുകളാണ് ആദ്യം ചെയ്യുന്നത്. എന്നാലും ഇവിടെ അഭ്യാസം മുടക്കുന്നുണ്ട്. ഓക്കെ, വിദേശ ഉൾപ്പെടെ ഇവിടെ അഭ്യസിക്കുന്നുണ്ട്. അവര് സ്ഥിരമായിട്ട് ഇവിടെ താമസിച്ച് പഠിക്കുന്നതാണല്ലേ? എനിക്ക് ഇവരോട് സംസാരിക്കാൻ കുഴപ്പമുണ്ടാവും? അവർക്ക് താല്പര്യമുണ്ട്. അവരോടല്ല, ബാക്കിയുള്ള കുട്ടികളോട് കുഴപ്പമില്ല. ഇവര് ചെയ്യുന്നത് അവരെ തടസ്സപ്പെടുത്തുവോ എന്നല്ലേ സംശയം? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഈ കുഞ്ഞു മോളെ പഠിക്കട്ടെ. എത്ര നാളായി കളരി പഠിക്കണു? 4 ദിവസമായുള്ളൂ. എങ്ങനെയുണ്ട്? ശരീരവേദനയൊക്കെ ഉണ്ടോ? ഇല്ല. നല്ലതാണോ? എന്താ ഈ കരാട്ടെ ജൂഡോ ഒന്നും പോവാതെ കളരി എടുക്കാൻ തീരുമാനിച്ച്?
അച്ഛൻ പറഞ്ഞു പോന്നു അല്ലേ? അമ്മ പറഞ്ഞു പോന്നു അല്ലേ? ഓക്കെ, പേരെന്ത്? അഷ്ടമി. അഷ്ടമി. ഭാവിയിൽ വലിയൊരു കളരി അഭ്യാസിയാവണം കേട്ടോ. ഓക്കെ, എവിടെന്നാ വരുന്നേ? വാഴമുട്ടം. ആണോ? എത്ര നാളെ കളരി അടിക്കുന്നു? 2-3 ആഴ്ചയായി. 2-3 ആഴ്ചയായി. എങ്ങനെയുണ്ട് പഠിച്ചു തുടങ്ങിയിട്ട്? കുഴപ്പമില്ല, കൊള്ളാം. ആ, കൊള്ളാം. വേറെ ഏതെങ്കിലും ഇനങ്ങളിങ്ങനെ അഭ്യസിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, എങ്ങനെയുണ്ട് അഭിഷേക്? ഗുരുക്കൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ചില പേടിയുണ്ടല്ലേ ചെറുതായിട്ട്? ഓക്കെ, ഇവര് അഭിഷേക് ഇവരെല്ലാവരും തന്നെ എത്ര നാളെ അഭ്യസിക്കുന്നവരാണ് കൂടുതൽ? തുടക്കത്തിലാണ്, ഒരു 2-3 ആഴ്ചയാകുന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എല്ലാവരും. അതെ, ഇവർക്കിപ്പോ ഒരു 3 മാസത്തെ ഒരു സൗജന്യ കോഴ്സ് പെൺകുട്ടികളെ മാത്രമായിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നവരാണ്. ഓക്കെ, ഞാനിപ്പോ പെട്ടെന്ന് അഭിഷേകിനെ ഒരു ആക്രമിക്കാൻ വന്ന അഭിഷേക് പ്രതിരോധിക്കുവോ? പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ പ്രതിരോധിക്കും. അതെ, പ്രതിരോധിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് ഇവരെ ആക്കിയെടുക്കണം എന്നുള്ളതാണ് എയിം. ഓക്കെ, ഇപ്പൊ എന്നാണല്ലോ അഭിഷേകിനെ ആക്രമിക്കാൻ ഞാനില്ല, എനിക്ക് എന്റെ ആരോഗ്യം നോക്കണല്ലോ. അപ്പൊ ഈ ഇവിടുത്തെ ഈ കളരി ഉപകരണങ്ങൾ, ആയുധങ്ങളൊന്നും പരിചയപ്പെടുത്താമോ അഭിഷേക്? ഇത് അത് കത്തികളാണ്, കുത്തു കത്തികളാണ്. കത്തിപ്പയറ്റ് മുറയിൽ വരുന്നതാണ്. കുത്തു കത്തി, കത്തി, അതൊക്കെ പ്രയോഗ രീതി അനുസരിച്ച് മാറും അതിന്റെ ഉപയോഗങ്ങള്. ഇത് കൂടുതലും കുത്താൻ വേണ്ടിയിട്ടും കുത്തിത്തിരിക്കുക അങ്ങനെയുള്ള പ്രയോഗങ്ങൾക്ക് വരുന്നതാണ്. കഠിനമാണ്. ഓക്കെ, പിന്നെയുള്ളത് വാളും പരിചയം, അത് എല്ലാവർക്കും പരിചയമാണ്. സോഡ് ആൻഡ് ഷീൽഡ്. ഇതിലൊക്കെ ശരിക്കും മൂർച്ചയൊക്കെ ഞാൻ തൊട്ട് വെക്കോട്ടെ? ഇല്ല, മൂർച്ചയാക്കി വെക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല. തൊട്ട് വെക്കാം. ഓക്കെ, നെയ്യ് ചേർത്ത് വെച്ച്. നെയ്യാണോ? നെയ്യ്. അതെന്താണ് നെയ്യ്? തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നെയ്യ് ചേർത്ത്. ഓക്കെ, ഇത് നമ്മുടെ സാധാ വാള്. ഇത് അതിന് ഒറ്റ എന്ന് പറയും. ഒറ്റ. അത് വടക്കൻ കേരളത്തില് വടക്കൻ കളരിപ്പയറ്റ് മുറയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആയുധമാണ്. ഓക്കെ, ഇത് നമ്മുടെ ഉറുമി. ഉറുമി. ഇത് ചെയ്യാൻ സാധിക്കും അഭിഷേക്? ഒരു ആരോഗ്യ പ്രശ്നമാണ്. അഭിഷേകിന് ചെറിയൊരു പനിയൊക്കെ ആയിട്ടിരിക്കട്ടെ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അഭിഷേകിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു. ഓക്കെ, ഇത് കടാര. കടാര, കെട്ടുകടാര എന്നൊക്കെ പറയും. ഓക്കെ, ഓക്കെ. നമ്മുടെ നാട്ടിലൊക്കെ കടാര എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം കാണിച്ച കത്തിയാണ്. കടാര. ഓക്കെ, ഇനി ഏതാ വരുന്നത്? കടാര, അത് കണ്ടു, ഉറുമി കണ്ടു. ഇത് അത് ചെറുവടി എന്ന് പറയും. കളരിയിൽ ആദ്യം മെയ്യ അഭ്യാസം കഴിഞ്ഞ ഉടനെ കൊടുക്കുന്നത് ചെറുവടിയാണ്. ഓക്കെ, ചെറുവടി മുച്ചാണെന്നൊക്കെ പറയും. 3 ചാണുള്ള വടിയായതുകൊണ്ട് മുച്ചാണെന്നൊക്കെ പറയും. ഇത് കൈന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടും അമർച്ച നില ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതാണ്. ആദ്യം തന്നെ വുഡൻ വെപ്പൺസ് ആണ് ആദ്യം കൊടുക്കുക. ഓക്കെ, ഓക്കെ. ഇത് കെട്ടുകാരി, നെടുവടി, കെട്ടുകാരി എന്നൊക്കെ പറയും. ചൂരലാണ്, ചൂരൽ കൊണ്ട് നിർമ്മിച്ചത്. അതെ, ഇത് ഞാൻ കുന്തം എന്ന് പറയും. കുന്തം തന്നെ. കുന്തം തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ എത്ര പേര് ഇവിടെ അഭ്യസിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്? ഒരു 10-20 പേര് ഇപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 20 പേരുണ്ടല്ലേ? അവര് നിന്ന് പോയിട്ടോ, അവരെ ചെയ്യിപ്പിച്ചോ? കുഴപ്പമില്ല, അവരുടെ അഭ്യാസം നടക്കും. നമ്മൾ കാരണം പുഷപ്പ് ചെയ്ത് 10 നമ്മൾ കാരണം അവരുടെ അഭ്യാസം മുടങ്ങരുതല്ലോ. അതുകൊണ്ട് അവരുടെ അഭ്യാസം തുടരട്ടെ, ഞങ്ങളുടെ അഭ്യാസവും. ഓൾമോസ്റ്റ് കഴിയാറായി. എത്ര മണി വരെ? എപ്പോ തുടങ്ങും? രാവിലെ നമ്മൾ 6 മണിക്ക് തുടങ്ങിയിട്ട് 7:30 വരെ, 1.5 മണിക്കൂർ ട്രെയിനിങ്. അതുപോലെ വൈകിട്ടും അതുപോലെ തന്നെ 5 മണിക്ക് തുടങ്ങി 7 മണി വരെ ഉണ്ടാവും. ഒരു അരമണിക്കൂർ കൂടി കൂട്ടിയെടുക്കും. വൈകിട്ട് ചില കുട്ടികൾക്ക് വരാൻ ലേറ്റ് ആവും, സ്കൂൾ കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരണ്ടേ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇതിപ്പോ ആദ്യ ഒരു ബാച്ച് ആയിട്ടാണോ ഒരു സമയത്ത് ഒരുമിച്ച് ജോയിൻ ചെയ്യണോ, അതോ ഓരോരുത്തർക്ക് ഏത് സമയത്ത് വന്ന് ജോയിൻ ചെയ്യാം? അങ്ങനെ എപ്പോ വേണം ജോയിൻ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് പഠിപ്പിക്കും. അപ്പൊ ഇൻഡിവിജ്വലി അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. അതെ, അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മളത് എഫെക്ട് ചെയ്യും. കാരണം അവർക്ക് കണ്ടിന്യൂസ് ആയി എന്തായാലും എല്ലാവർക്കും ചെയ്യാനും പറ്റില്ല. അപ്പൊ അവർ ചെയ്തു കഴിഞ്ഞ് തളരുമ്പോൾ മാറ്റി നിർത്തി അടുത്തവരെ ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിപ്പിക്കും. ശരി, ശരി, ശരി. അപ്പൊ ഓക്കെ അഭിഷേക്, നിങ്ങളുടെ അഭ്യർത്ഥന നടക്കട്ടെ. അപ്പൊ എല്ലാവർക്കും സന്തോഷം. അപ്പോ ഈ കളരി കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഇനി മറ്റ് ഇടങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു നല്ലൊരു റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങി എത്താൻ തോന്നുന്നു. നമ്മുടെ ആദ്യകാല നടി PK റോസി ആർക്കെങ്കിലും അറിയുമോ? അതായത് മലയാളത്തിന്റെ ആദ്യത്തെ നായികയാണ് PK റോസി, വിഗതകുമാരനിലെ നായിക. എന്താണ് അവർക്ക് സംഭവിച്ചത്? ഇങ്ങനെ ഒരുപാട് വാർത്തകൾ, ചർച്ചകളൊക്കെ ഉണ്ട്. അവരെ ഈ ജാതി വെറിയുടെ പേരിൽ നാട് കടത്തിയെന്നൊക്കെ. അപ്പോൾ അതാണോ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മളിപ്പോൾ ഒക്കെ നടിയെയും നായകനെയോ നായികയെ കണ്ടാൽ ഓടി പുറകെ പോകുന്ന നമ്മുടെ ഒരു സാഹചര്യം അറിയാം. അപ്പോൾ PK റോസിക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്കറിയാൻ പോകുന്ന സെഗ്മെന്റിൽ സന്ദീപ് അത് വിശദീകരിക്കും. കാണാം PK റോസിക്ക് സംഭവിച്ചത് എന്താണ്.
നിങ്ങൾക്കറിയാമോ പി.കെ. റോസിയെ? അതെ, ആദ്യ മലയാള സിനിമയായ വിഗതകുമാരനിലെ നായികയെക്കുറിച്ചാണ് പറയുന്നത്. മലയാളത്തിൻ്റെ ആദ്യ നായികയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ നടിമാരെ പോലെ ഒരു നോക്ക് കാണാൻ ആളുകൾ വെമ്പൽ കൊണ്ട് നിൽക്കുകയല്ല ഉണ്ടായത്. പിന്നെയോ, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ നടിയുടെ രാത്രി എന്ന കവിതയിൽ ആ സിനിമയുടെ ആദ്യ പ്രദർശനം കണ്ട നാട്ടുപ്രമാണിമാരുടെ പ്രതികരണത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ആരീയൊരുമ്പെട്ടവൾ നടിക്കുന്നവൾ, ആണിനോടൊപ്പം ഇറങ്ങി നടന്നവൾ, കുപ്പമാടത്തിലൊടുങ്ങേണ്ടവൾ തീണ്ടി നിൽക്കുന്നു മുന്നിൽ, അഹങ്കാര രൂപിണി, ആദ്യ വെള്ളിത്തിര കീറി മേലാളന്റെ ധാർഷ്ട്യം വിധിച്ചു, കൊടും പാപിയാണിവൾ, വേശ്യ, മനുസ്മൃതി അട്ടിമറിക്കുന്ന ദൂഷ്യം കൊളുത്തിയോൾ, കൊല്ലുകീ യക്ഷിയെ. അതെ, മലയാളത്തിൻ്റെ ആദ്യ നായികയെ കൊല്ലാനാണ് നാട്ടുപ്രമാണിമാർ വിധിച്ചത്. അവളുടെ കുടിൽ അവർ കത്തിച്ചു. ജീവനം കൊണ്ട് തമിഴ്നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട പി.കെ. റോസി ഏതോ തമിഴ് ഗ്രാമത്തിൽ ആരോരും അറിയാതെ പിൽക്കാലത്ത് ജീവിച്ചുവെന്ന്. മലയാള സിനിമയുടെ ആദ്യ നായികയുടെ ജീവിതത്തിൽ സംഭവിച്ച നമുക്കറിയാവുന്നതും എന്നാൽ അറിയാത്തതുമായ ചില കാര്യങ്ങളാണ് ഇക്കുറി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം പേയാട് ചന്തമുക്ക് സ്വദേശിയായ കോലപ്പന്റെയും വട്ടിയൂർക്കാവ് സ്വദേശി കുഞ്ഞിയുടെയും വിവാഹത്തോടെയാണ് മലയാള സിനിമയിലെ ആദ്യ നായികയുടെ ജീവിതകഥ ആരംഭിക്കുന്നത്. വിവാഹാനന്തരം കോലപ്പനും കുഞ്ഞിയും നന്ദൻകോട് ആമത്തറയ്ക്ക് സമീപം വീട് വെച്ച് താമസിച്ചു. ആദ്യത്തെ പെൺകുഞ്ഞിന് രാജമ്മ എന്നവർ പേരിട്ടു. രാജമ്മയെ സർക്കാർ സ്കൂളിൽ ചേർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അങ്ങനെ LMS പള്ളി സ്കൂളിൽ പ്രവേശനം നേടി. പക്ഷേ അതിന് മതം മാറണമായിരുന്നു. കോലപ്പൻ പള്ളിയിൽ ചേർന്ന് പൗലോസായി. ആ പള്ളിയിലെ വികാരിയായിരുന്ന റവറൻഡ് പാർക്കർ സാഹിബിൻ്റെ കുശിനിക്കാരനായി ജോലിയും കിട്ടി. കോലപ്പൻ കുഞ്ഞി ദമ്പതികൾക്ക് മറ്റൊരു കുഞ്ഞുകൂടി പിറന്നതോടെ രാജമ്മ രണ്ടാം തരത്തിൽ പഠിത്തം നിർത്തി. അങ്ങനെ വീട്ടുകാര്യങ്ങൾ നോക്കി രാജമ്മ വളർന്നു. ഇതിനിടയിൽ രാജമ്മയുടെ വിവാഹവും കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം രാജമ്മയുടെ ജീവിതം നന്ദൻകോട് ആമത്തറ വയലിന് സമീപത്തേക്ക് പറിച്ചു നടപ്പെട്ടു. അവിടെ വച്ചാണ് ഇവർ കാക്കാരശ്ശി നാടകമൊക്കെ പഠിക്കുന്നതും അരങ്ങേറുന്നതും. കാക്കാരശ്ശി നാടകത്തിൽ അഭിനയിക്കുന്ന ആദ്യത്തെ വനിതയും അവരാണ്. ഒരു കുടുക്കനാശാനാണത്രേ രാജമ്മയെ അഭിനയം പഠിപ്പിക്കുന്നത്. അങ്ങനെ കാക്കാരശ്ശി നാടകവുമായി കഴിഞ്ഞുകൂടവെയാണ് തമിഴ് നാടക സംഘങ്ങൾ അവിടെ വരുന്നത്. നന്ദൻകോടെത്തിയ തമിഴ് നാടക സംഘങ്ങൾ രാജമ്മയെ നാടകത്തിലേക്ക് ക്ഷണിച്ചു. പൂർണ്ണമായും നാടകത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത രാജമ്മയും കാക്കാരശ്ശി നാടകക്കാരുമായി തർക്കമുണ്ടാവുകയും രാജമ്മ തമ്പാനൂരേക്ക് താമസം മാറുകയും ചെയ്തു. ആ കാലത്താണ് JC ഡാനിയൽ ഒരു സിനിമ എടുക്കുന്നതും അതിൽ അഭിനയിക്കുന്ന ഒരാൾ രാജമ്മയെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. വിഗതകുമാരനിലേക്ക് JC ഡാനിയൽ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് ബോംബെക്കാരി ലാന എന്ന നടിയെയാണ്. അവർ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ നടിയുടെ അഹങ്കാരവും ആഡംബരവും എല്ലാമായി പൊരുത്തപ്പെടാനാകാതെ സഹിക്കിട്ട് ലാനയെ തിരിച്ചയച്ചപ്പോഴാണ് മറ്റൊരു നായികയെ കണ്ടെത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം ഡാനിയലിൻ്റെ സഹായിയായ ജോൺസന്റെ ചുമലിലായത്. ജോൺസൺ രാജമ്മയെ കണ്ടെത്തി രാജമ്മയുടെ കുടുംബാംഗങ്ങളെ നിർബന്ധിച്ചു. ദിവസം 5 രൂപ വെച്ച് 10 ദിവസത്തെ അഭിനയത്തിന് 50 രൂപയും മുണ്ടും നേരിയതുമാണ് പ്രതിഫലമായി ഉറപ്പിച്ചത്. രാജമ്മ എന്ന പേര് മാറ്റി പി.കെ. റോസി എന്ന പേര് നൽകി. ക്രിസ്ത്യാനി യുവതിയായാൽ ജാതി പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് ഡാനിയൽ കരുതിയിരിക്കാം. അങ്ങനെ പി.കെ. റോസിയായി മാറിയ രാജമ്മ സിനിമയിൽ അഭിനയിച്ചു. 1928 നവംബർ 7 തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ സിനിമയിൽ പ്രദർശിപ്പിച്ചു എന്നും അതല്ല 1930 ഒക്ടോബർ 23 വൈകിട്ട് 6:30 ക്യാപിറ്റോൾ സിനിമയിൽ പ്രദർശിപ്പിച്ചു എന്നും 2 വാദങ്ങളുണ്ട്. ആദ്യ പ്രദർശനത്തിന് റോസിയെ ക്ഷണിച്ചിരുന്നില്ല. ദളിത് സ്ത്രീയായ റോസി വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മുൻധാരണയാകാം കാരണം. എന്നാൽ റോസി ഇല്ലാതെ തന്നെയും റോസിയുടെ ചലച്ചിത്ര സാന്നിധ്യം പ്രശ്നമുണ്ടാക്കി. സരോജിനി എന്ന സവർണ യുവതിയായി അഭിനയിച്ച റോസി ചൂടിയ പൂവെടുത്ത് കഥാനായകൻ മണപ്പിക്കുന്ന രംഗം വന്നതോടെ കാണികൾ ഇളകിമറിഞ്ഞു. കല്ലേറും ബഹളവുമായി. ആദ്യ പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്നു. ഇത്രയുമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. എന്നാൽ ഇവിടുന്ന് ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യം ഉയരുന്നുണ്ട്. ചിത്രം പ്രദർശനം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസത്തെ ഹിന്ദു പത്രത്തിൽ വിഗതകുമാരനെക്കുറിച്ചുള്ള വാർത്തയുണ്ടെങ്കിലും അതിലെവിടെയും പ്രദർശനം അലങ്കോലപ്പെട്ടെന്ന വിവരമൊന്നും പറയുന്നില്ല. ഒക്ടോബർ 28 തീയതിയിലെ നസ്രാണി ദീപികയിലെ ആസ്വാദനക്കുറിപ്പിൽ ആളുകൾ പടം നന്നായി ആസ്വദിക്കുന്നതായാണ് പറയുന്നത്.
ആളുകൾ സർക്കാർ ജോലിക്കായി കാത്തിരിക്കാതെ സിനിമ, അഭിനയം മുതലായ നൂതന ജോലി സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് അതിൽ പറയുന്നത്. അതിനായി JC ഡാനിയൽ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നൊരു കമ്പനി തുടങ്ങിയതായും പറയുന്നുണ്ട്. ഇതിലും സവർണർ പ്രദർശനം അലങ്കോലപ്പെടുത്തുകയോ റോസിയെ കല്ലെറിയുകയോ ചെയ്തതായി പറയുന്നില്ല. അതേസമയം ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കഴിഞ്ഞ് 3-ാം ദിവസമാണ് PK റോസിയുടെ വീട് തീയിടുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകനും ദളിത് ആക്ടിവിസ്റ്റുമായ കുന്നുകുഴി S മണി വ്യക്തമാക്കുന്നത്. തീയിട്ടപ്പോൾ അവരിവിടുന്ന് ഓടി കരമന പാലത്തോളം എത്തുമ്പോൾ ഒരു ലോറി വരുന്നത് കാണുന്നു. പൈനിയർ കമ്പനിയുടെ ലോറിയായിരുന്നു അത്. അതിൽ അവർ കൈകാണിച്ച് നിർത്തി. ഡ്രൈവറോട് കാര്യം പറഞ്ഞു. അവർ ഉടൻ തന്നെ അതിൽ കയറി നാഗർകോവിലിലേക്ക് പോവുകയായിരുന്നു. നാഗർകോവിലിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് നിന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരാൾ കൂട്ടിക്കൊണ്ടുപോയെന്നും പിന്നെ വളരെ കാലം കഴിഞ്ഞ് വിവാഹിതയായെന്നും പറയപ്പെടുന്നു. ആ ബന്ധത്തിൽ PK റോസിക്ക് 5 മക്കളുണ്ടായിരുന്നു അത്രേ. അതിൽ 3 മക്കൾ മരിച്ചുപോയി. അതേസമയം മലയാളത്തിലെ ആദ്യ നായികയായ PK റോസിയെ സവർണർ ആക്രമിച്ചു എന്നത് കെട്ടുകഥയാണെന്ന് ഇന്നും ഒരു വിഭാഗം വാദമുയർത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് പത്രവാർത്തകൾ ഒന്നും ഇല്ല എന്നതാണ് അവർ അതിന് പറയുന്ന ന്യായം. സവർണരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നിരാലംബയായ ഒരു സാധു യുവതിയെ അവളുടെ കുടിൽ കത്തിച്ച് ഈ നാട്ടിൽ നിന്നും ആട്ടിയോടിച്ചു എന്ന് വാർത്ത വരും എന്ന് കരുതുന്ന നിഷ്കളങ്കരോട് നാം എന്തു പറയാൻ അല്ലേ? ഓക്കെ, അപ്പോ PK റോസിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ടാകും. PK റോസി മലയാളത്തിന്റെ ആദ്യ നായികയുടെ കഥയാണ് സന്ദീപ് വിശദീകരിച്ചത്. നിങ്ങൾക്കറിയാമോ എന്നുള്ള ആ സെഗ്മെന്റിൽ. എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആദ്യം കളരിയിലേക്കാണ് പോയത്. ഇതിന്റെ ഒരു എൻട്രൻസ് ഞാൻ ആദ്യം കാണിച്ചു തരാമെന്ന് കരുതി, പക്ഷേ അതിനൊരു സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് ഈ എൻട്രൻസിലേക്ക് പിന്നീട് വരേണ്ടത്. എന്നാലും ഇതാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്റെ ഒരു എൻട്രി പോയിന്റ്. ഇവിടെ നിന്ന് ഒരു വിശാലമായ ക്യാമ്പസാണ്. ഏതാണ്ട് 8.5 ഏക്കറോളം സ്ഥലം വ്യാപിച്ചു കിടക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങളുടെ അവിടെ നിർമ്മാണമുണ്ട്. നേരിട്ട് അനുഭവിക്കാം എങ്ങനെയാണ് ഈ കരകൗശല നിർമ്മാണം നടക്കുന്നത് എന്നുള്ളത്. അതിൽ പേപ്പറും എന്താ പറയാ മരം, ഈവൻ ഇരുമ്പ് കൊണ്ടും അങ്ങനെ വിവിധ തരത്തിലുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ കേന്ദ്രമാണ്. വലിയൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഇടമാണ്. ഒരുപാട് ക്രാഫ്റ്റ് സ്റ്റുഡിയോകളുണ്ട് ഈ പലയിടത്തും. ക്രാഫ്റ്റ് കോർട്ട്യാർഡുകളാണ് ഈ 8.5 ഏക്കറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് കാണാൻ തോന്നുന്നു. ഒരുപാട് വിസ്തീർണത്തിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഇടം കൂടിയാട്ടോ. നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. സതീഷ് കുമാർ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയതാണ്, എന്നാൽ എങ്കിൽ പോലും സതീഷ് ചേട്ടാ നമുക്ക് ഈ ക്രാഫ്റ്റ് കോർട്ട്യാർഡുകളിലേക്കൊന്ന് കയറാം അല്ലെ? ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു മെയിന്റനൻസ് ഒക്കെ ആരാണ്? പുരാണങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇത് 25 വർഷത്തേക്ക് എടുത്തിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണം, അതേപോലെ മെയിന്റനൻസ്, ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ സൊസൈറ്റിയാണ് നടത്തുന്നത്. സൊസൈറ്റി ഇതിനെ ഒരു CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. ഒരിക്കലും ഒരു ലാഭേച്ഛ ഇല്ലാതെ സമൂഹത്തിന് എങ്ങനെയൊക്കെ ഇതിനെ കൊണ്ട് ഉപകാരപ്രദമാവും എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ആണ് ഈ ഒരു പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഈ ക്രാഫ്റ്റ് സ്റ്റുഡിയോകളിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഈ ക്രാഫ്റ്റ് സ്റ്റുഡിയോയിൽ രാവിലെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല, എങ്കിൽ പോലും നമുക്ക് അവിടുത്തെ എന്താണ് ഫംഗ്ഷനിങ് എന്നൊക്കെ നമുക്ക് സതീശനോട് ചോദിച്ചു തരാം. ഇത് നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണ് ഈ ക്രാഫ്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ? ഇതില് 30ഓളം ക്രാഫ്റ്റ് സ്റ്റുഡിയോസ് ആണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ശില്പഗുരു അവാർഡ് വിന്നേഴ്സ്, നാഷണൽ അവാർഡ് വിന്നേഴ്സ്, സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ് ആയ ആളുകളുടെ സ്റ്റുഡിയോസ് ആണ്. അവരുടെ പ്രവർത്തന മണ്ഡലം തന്നെയാണ് ഇവിടെ. അതായത് നമുക്ക് ഫ്രണ്ട് ലൈനിൽ കാണാൻ പറ്റിയ ഡിസ്പ്ലേ കം സെയിലാണ്. ഇതിന്റെ പിന്നിൽ തന്നെ അവരുടെ ഒരു ചെറിയ വർക്ക് സ്റ്റേഷൻ നമുക്ക് അടുത്ത സ്റ്റുഡിയോകൾക്ക് കാണാൻ പറ്റും. ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അവിടെ വെച്ചാണ് അവർ ക്രാഫ്റ്റ് മേക്കിംഗ് നടത്തി അത് ഫ്രണ്ട് റോയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഈ 30 സ്റ്റുഡിയോയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ 30 സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ 14 ജില്ലകളിലുള്ള കരകൗശല വസ്തുക്കൾ അല്ലെങ്കിൽ വിദഗ്ധരെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാൻ പറ്റും. അതെ, കാസർഗോഡ് ജില്ലയിലെ പ്രത്യേകിച്ച് പിന്നെ തെയ്യം, നമുക്കറിയാം ഉത്തര മലബാറിന്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഇല്ലില്ല ഒരു പിന്നെ ആർട്ട് ഫോമാണ്, പെർഫോമിംഗ് ആർട്ട് ഫോമാണ് തെയ്യം എന്ന് പറയുന്നത്. അപ്പം തെയ്യത്തിന്റെ സ്കൾപ്ചേഴ്സ്, പിന്നെ അതുപോലെ കഥകളി, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ കൂടി പരിചയപ്പെടുമ്പോൾ നമ്മൾ അതിന്റെ എന്താണെന്ന് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും വെള്ളാർ അല്ലെങ്കിൽ കോവളത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ നമ്മൾ 2018 ഈ പ്രോജക്ട് അവാർഡായ സമയത്ത് തന്നെ പ്രത്യേകിച്ചും സ്ത്രീകളായ ആളുകളെ
അവരെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാക്കി കൊണ്ടുവരികയും അവർക്ക് ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാന്റെ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തപ്പം അവർ പതിയെ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പൊ ഇത് ചെയ്യുന്ന കൂടുതലും അങ്ങനെയുള്ള ആളുകളാണ്. ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാന്റെ മേൽനോട്ടത്തിൽ സാധാരണക്കാരായ ആളുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവർക്കും ഒരു വരുമാന മാർഗമാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഈ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ഒക്കെ തന്നെയല്ലേ? അതെ, അതായത് പലപ്പോഴും ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസീവ് ഐറ്റം ആണെന്നുള്ള ഒരു ധാരണ പൊതുവെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് സംഭവിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇടനിലക്കാരാണ് പലപ്പോഴും ഇതിന്റെ പ്രൈസ് 10 ഇരട്ടി കൂട്ടുന്നത്. അതായത് ഉണ്ടാക്കുന്നവന് അതിന്റെ വാല്യൂ അദ്ദേഹം ഒരു പാഷന്റെ പുറത്താണ് ചെയ്യുന്നത്. മറ്റുള്ളവരാണ് അതിന്റെ കച്ചവട സാധ്യത കാണുകയും അതിന് വില കൂട്ടുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇന്റർമീഡിയറീസിനെ ഒഴിവാക്കുന്നതുകൊണ്ട് തന്നെ വളരെ റീസണബിൾ ആയ പ്രൈസിന് എന്നാൽ ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉൽപാദകർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്യാമ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ കയറാൻ പോകുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റുഡിയോയിലേക്കാണ്. ഇവിടെ മുഴുവൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മാത്രം ഒരു സ്റ്റുഡിയോ ആണ്. നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ചെണ്ടയുണ്ട്. ഈ പറയുന്ന ഇതെല്ലാം ഇവിടെ തന്നെ നിർമ്മിച്ചതാണ്. പെരുവമ്പയുള്ള ഒരു കലാകാരനാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹം തലമുറകളായിട്ട് അവർ വളരെ പ്രശസ്തരാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്നതിൽ. അപ്പൊ അതിലുള്ള ഏറ്റവും യങ്ങർ ജനറേഷനുള്ള സിമോദ് എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ്മാൻ ആണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ ചെണ്ടയുടെ രൂപത്തിലൊക്കെ ഇത് പെൻ ഹോൾഡർ ആണല്ലേ? നല്ല ഭംഗിയുള്ള പെൻ ഹോൾഡർ ആണ്. ഇതിനൊക്കെ എന്താ റേറ്റ് വരിക കേട്ടോ? അത് സാധാരണ നമ്മളൊരു പ്രൈസിംഗ് പോളിസി അതിന്റെ മേലെ തന്നെ അത് ടാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ. 370 രൂപയാണ് അതിന്റെ വില അല്ലെ? ചെണ്ട പെൻ ഹോൾഡർ. ഓക്കെ. പിന്നെ ഇതിൽ നമ്മളൊരു മെസ്സേജും കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള മിനിയേച്ചേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും മിനിയേച്ചേഴ്സ് പ്ലാസ്റ്റിക്കിലാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റും മാർക്കറ്റിൽ. അപ്പൊ ഇതൊക്കെ ചെയ്തിരിക്കുന്ന ജെനുവൻ ആയിട്ടുള്ള ലെതറും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന അതേ തടിയൊക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചെറിയ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ റീസണബിൾ പ്രൈസിൽ അവൈലബിൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഈ തബലയുടെ റേറ്റ് ഇതിനകത്തുണ്ടാവുമല്ലോ അല്ലെ? തബലയുടെ റേറ്റും അതിലുണ്ട്. തബലയുടെ റേറ്റ് എവിടെയാണായിട്ട് കാണുന്നില്ല. തബല കാരണം പണ്ടൊരു തബല കമ്പൊക്കെ ഉണ്ടായിരുന്നു. തബലയുടെ റേറ്റ് എന്താണല്ലോ നമുക്ക് പിന്നെ കുഞ്ഞത് ചെറിയ തബലയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ. അതുപോലെ തന്നെ തൊട്ടപ്പുറം ഇതൊക്കെ ഒരു ഷോ പീസ് അല്ലേ? അത് ഷോ പീസാണ്. ഷോ പീസാണ്. ഇത് 2 ചെറിയ തബല, അത് 3500 അതിന്റെ വില. അപ്പൊ അങ്ങനെ കാഴ്ചയുടെ വലിയൊരു ഇതുണ്ട്. ഇത് എടക്ക അല്ലെ? എടുക്കാം. പക്ഷെ അത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ ലെതർ ഫോം നമുക്ക് അവിടെ എംപോറിയത്തിൽ കാണാൻ പറ്റും. എംപോറിയത്തിലുണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ് പറയുന്നത്? സിമോദ്. സിമോദ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലാണ്. ഓക്കെ. പ്രത്യേകിച്ചും ഈ തുകൽ കൊണ്ടുള്ള വാദ്യങ്ങൾ. അതെ. അദ്ദേഹത്തിന്റെ ഫാദറിനെ നമ്മുടെ ഇന്ത്യ പോസ്റ്റ് അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പോസ്റ്റ് എന്നിട്ട് ഈ മൃദംഗത്തിന്റെ ഒരു സ്പെഷ്യൽ സ്റ്റാമ്പ് തന്നെ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എനിക്ക് പ്രഭാകരൻ എന്നാണെന്ന് ഓർമ്മ. ശരി 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 ശരി. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു സ്റ്റുഡിയോയിലേക്ക് പോയത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റുഡിയോ ആണ് ഇത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ളത് ഇത് ശില്പങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അത് കേരളത്തിലെ ഫസ്റ്റ് ശില്പഗുരു അവാർഡ്. അത് ശില്പഗുരു അവാർഡിന് തെരഞ്ഞെടുക്കുന്നത് നാഷണൽ അവാർഡീസ് എന്നാണ്. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ശില്പഗുരു അവാർഡ് കിട്ടിയിരിക്കുന്ന ശ്രീ KR മോഹനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ ആണിത്. അദ്ദേഹം കൂടുതലും റോസ്വുഡിലും അതേപോലെ ടീക്വുഡിലുമാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. 2012 അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. 2017 പിന്നെ ശില്പഗുരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ശില്പങ്ങളാണ് കേട്ടോ. എന്തായാലും വളരെ സൂക്ഷ്മതയോടുകൂടി അത്ര സൂക്ഷ്മമായി എഫേർട്ട് എടുത്ത ഒരു ശില്പമാണ് അത്. പ്ലീസ് ഡോണ്ട് ടച്ച്. അതുകൊണ്ട് ഞാൻ തൊട്ട് നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തൊട്ട് നോക്കിയിരുന്നു. ഓക്കെ. എന്താണെങ്കിലും ഇത് ശില്പങ്ങളുടെ ഒരു എംപോറിയം, ശില്പങ്ങളുടെ ക്രാഫ്റ്റ്. ഇപ്പൊ ഇവിടെ തന്നെ നിന്നാണോ ഇത് വർക്ക് ചെയ്യുന്നത്? അല്ല, ഇതിന്റെ വർക്ക് സാധാരണ അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് കോൺസെൻട്രേഷൻ ഇതൊക്കെ വേണ്ടതുകൊണ്ട് ഇവിടെ അത് പലപ്പോഴും ഗസ്റ്റ് വരുന്ന സമയത്ത് ഡീവിയേഷനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ചെയ്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ. വലിയൊരു ഗണപതി ശില്പമൊക്കെ അവിടെ ഉണ്ട്. അപ്പോ അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ ക്രാഫ്റ്റ് വില്ലേജിൽ, കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും
നമുക്ക് ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള സ്റ്റുഡിയോകളിലേക്ക് പോകാം. ഇവിടുത്തെ കാഴ്ചകളാണ്, വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വർത്തമാനത്തിനും വാർത്തകൾക്കുമിടയിൽ ഞാൻ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. അത് നമ്മൾ കൊല്ലം കൊട്ടാരക്കര കലയപുരം സ്വദേശിയായിട്ടുള്ള റേഡിയോ ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. റേഡിയോ ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ തലയിൽ തൊപ്പി വെച്ച് മഞ്ഞ പെയിന്റ് അടിച്ച് ഹെർക്കുലി സൈക്കിൾ ഇങ്ങനെ നാട് ചുറ്റി റേഡിയോ സംഗീതം കേൾപ്പിക്കും. അതാണ് ഈ ഭാസ്കറിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. 67 വയസ്സായിട്ടോ ഭാസ്കരൻ. അപ്പൊ 67-ാം വയസ്സിലും സൈക്കിളിൽ ഇപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം. കണ്ണ് ദാനം ചെയ്യുക, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയുള്ള സന്ദേശമാണ് പ്രധാനം. ഒപ്പം ഈ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണവും ഈ സൈക്കിളിൽ ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിലും എസ് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. ഭാസ്കറിനെ കണ്ട ശേഷം നമുക്ക് മടങ്ങിയെത്താം കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലേക്ക് തന്നെ. 60 വർഷമായി ഒരു സൈക്കിളിനെ ജീവന തുല്യം സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ഭാസ്കരൻ എന്നാണ്. കൊല്ലം ജില്ലയിലെ കലയപുരത്താണ് ഇദ്ദേഹത്തിന്റെ വീട്. 65 പ്രാവശ്യത്തിൽ കൂടുതൽ ശബരിമലയിൽ പോയി. അദ്ദേഹം ശബരിമല യാത്ര ചെയ്തതിന്റെ എല്ലാം തന്നെ ഈ വാഹനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. തന്നെയല്ല, ഈ വാഹനത്തിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു റേഡിയോ വെക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും പാട്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റേഡിയോ ഭാസ്കരൻ എന്ന് പേര് വീണത്. ഇപ്പോഴും ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സൈക്കിളിൽ ഇപ്പൊ ഈ സൈക്കിൾ ഒന്നാമത്തെ കാര്യം മരുന്നടി, അതാണ് പ്രധാനം. അതിന്റെ പേരിൽ സൈക്കിള് പോകുമ്പോ എവിടെയെങ്കിലുമൊക്കെ ദൂരമൊക്കെ കൊണ്ടുപോകാം. അതാ സൈക്കിള് കളയാത്തത്. ഇപ്പോഴും മരുന്നടിയുണ്ട്. ഇപ്പൊ പിന്നെ പോച്ചയുടെ പണിയേ ഉള്ളൂ. മറ്റുള്ള എല്ലാം നിർത്തി. പിന്നെ റബ്ബറിന്റെയും തെങ്ങിന്റെ നെല്ല് മറ്റുള്ള എല്ലാ കൃഷിക്കും ഉണ്ടായിരുന്നു. അതിനിപ്പം വയ്യ. 77 വയസ്സായി. ഇനിയിപ്പോ ഒക്കെയില്ല. 60 മുതൽ തുടങ്ങിയതാണ്. റബ്ബർ തോട്ടങ്ങളിലോ അതുപോലെ തന്നെ പറമ്പുകളിൽ നിന്നെല്ലാം ഈ റേഡിയോ സംഗീതം ഉയർന്നു കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും അവിടെ ഭാസ്കരൻ ചേട്ടൻ ഉണ്ട് എന്ന്. കാരണം ഈ സൈക്കിളിനോടൊപ്പം തന്നെ അദ്ദേഹം കൊണ്ടു നടക്കുന്ന ഒരു ഉപകരണമാണ് റേഡിയോ. ആദ്യ കാലഘട്ടം മുതൽ തന്നെ റേഡിയോ സ്വന്തമാക്കുകയും പല സ്ഥലങ്ങളിലായിട്ട് റേഡിയോ കൊണ്ടുപോയി എല്ലാവരെയും പാട്ട് കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതിയാണ്. അപ്പോൾ റേഡിയോയെ കുറിച്ച് ഒരുപാട് കഥകൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. ചോദിച്ചറിയാം. റേഡിയോ വാങ്ങിക്കാൻ ആദ്യമായിട്ട് എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സമയത്ത് ഒരു കൂട്ടുകാരൻ ഗൾഫിൽ പോയി. അപ്പോൾ ആ പോയിട്ട് വന്ന ആള് ഒരു അന്നത്തെ റേഡിയോ കൊണ്ട് വന്നു അവിടുന്ന് ഗൾഫിൽ നിന്ന്. വന്നിന്ന് ഇവിടുന്ന് റേഡിയോ ഒന്നുമില്ല. ഈ കൊട്ടാരക്കര താലൂക്കിലേ ഇല്ല, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. പിന്നെ കുഞ്ഞൊക്കെ ചിലയിടത്തൊക്കെ ഉണ്ട്. എന്നാലും അത് കേൾക്കാനൊന്നും നമുക്ക് സൗകര്യം അന്നേരം മുക്കിയല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരൻ വന്നപ്പോൾ അയാൾ ഇത് കൊണ്ടുവന്നുകൊണ്ട് നിന്ന് അതിൽ നിന്ന് പിടിച്ചു നോക്കാൻ നോക്കി. ഇങ്ങനെ പിടിക്കാന്ന് നോക്കിയപ്പോൾ അമ്മച്ചില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അന്ന് വിചാരിച്ചു എന്നാൽ എനിക്ക് ഒരെണ്ണം കൊണ്ടു നടക്കണം എന്ന് വിചാരിച്ചു. അന്നേരം അന്ന് ഈ ഒരു ബാൻഡിന്റെ റേഡിയോ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്നും ഇല്ല, കൊല്ലത്തേ ഉള്ളൂ. അതിന് ഞാനത് വാങ്ങിക്കാനായിട്ട് അന്ന് ടാപ്പിങ്ങിന്റെ ജോലിയാണ് അന്ന് ചെയ്ത്. ടാപ്പിംഗ് ജോലി ചെയ്ത് അന്ന് ഒരു മാസം ജോലി ചെയ്യുന്നതിന് ഒരു ദിവസം 400 മരം വെട്ടുന്നതിന് 4 രൂപയുണ്ട് അന്ന്. ഇപ്പോഴാണെങ്കിൽ അത് 2000 രൂപയൊക്കെ ഇപ്പോഴത്തെ. ആ 4 രൂപ മിച്ചം വരുത്തി അത് വാങ്ങിക്കാൻ പോയി കൊല്ലത്ത് ചെന്നപ്പോൾ ആ സാധനം ഇല്ല. അപ്പം പിന്നെ എന്തായാലും മർപ്പിയുടെ റേഡിയോ കണ്ടേച്ച് പോന്നു. അന്നേരം ഇത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്ന് പിന്നെ ഒരു മാസം ജോലിയും കൂടെ ചെയ്തതിന് ശേഷം അതിൻ്റെ മിച്ചം കൂടെ ചേർത്ത് പിന്നെ പിറ്റേ മാസം പോയി. അങ്ങനെയൊന്ന് മർപ്പിടെയാണ് വാങ്ങിച്ചത്. അന്ന് ഇതിന് ടാക്സ് ഒക്കെ കൊടുക്കണമായിരുന്നു. അത് ഞാനിങ്ങനെ ടാക്സ് കൊടുക്കാനൊക്കെ ഇരുന്നു. അന്ന് 15 രൂപ അടയ്ക്കണമായിരുന്നു. പോസ്റ്റ് ഓഫീസിലാണ് അടയ്ക്കുന്നത്. അത് റെക്കോർഡൊക്കെ തന്ന് ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ റേഡിയോ കൂടെ പറഞ്ഞ് 3 ബാൻഡിനെ നിർത്തിയെന്ന്. അതുകൊണ്ട് പിന്നെ അടയ്ക്കേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് അത് ഞാനൊരു 10-20 വർഷം കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ് പിന്നില് ഈ മറ്റേ ചെറിയ ഐറ്റം കിട്ടി, പോക്കറ്റ് ഇടുന്ന. ആ പോക്കറ്റ് ഇടുന്ന കിട്ടിക്കൊണ്ട് ഇത് കിട്ടിയ സമയത്ത് എല്ലാം വീട്ടിലെല്ലാം കൊണ്ടുപോയി ഞാൻ എല്ലാവരെയും കാണിച്ച് കേൾപ്പിക്കും ഓരോ ദിവസവും. അങ്ങനെ വെച്ചാൽ എല്ലാ വീടിലും പോകും. 40-40 വീടുണ്ട് അന്ന്. ഇന്നിപ്പോ 100-100 ആയി. അന്ന് 40-40 വീടേ ഉള്ളൂ. പിന്നെ നമ്മളെ എല്ലായിടത്തും ടിവിയും പിന്നെ എല്ലാ പരിപാടിയും ഉണ്ട്. അങ്ങനെ അന്ന് ഈ മർപ്പിടെ റേഡിയോ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഈ പോക്കറ്റ് റേഡിയോ ആക്കി. അന്നേരം പോക്കറ്റ് ഇട്ടേക്കുക. പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വയലും വീടും പരിപാടിയൊക്കെ എനിക്ക് കേൾക്കാൻ നേരം. അങ്ങനെ അതിൽ കൂടെ കേട്ട് ഞാൻ ഈ കൃഷി പരിപാടിയെല്ലാം കേട്ട് പഠിച്ച് ചെയ്യുക.
വേറെ എനിക്ക് എന്നെ പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചതുമല്ല. ഞാൻ ഇത് കൃഷി വകുപ്പിൽ ഇങ്ങനെ വയലും വീടും പരിപാടി കേട്ടാ എല്ലാം ചെയ്യുന്നത്. എനിക്കിതുവരെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വെറുതെ സൈക്കിളിൽ ചുറ്റിയടിച്ച് കറങ്ങുക എന്നുള്ളതല്ലായിരുന്നു ഭാസ്കരൻ ചേട്ടന്റെ ഉദ്ദേശം. കൃഷി വികസിപ്പിക്കുക, കേരളത്തെ രക്ഷിക്കൂ, അതുപോലെ തന്നെ കണ്ണുകൾ ദാനം ചെയ്യൂ എന്നുള്ള വലിയൊരു ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയുടെ പിന്നിൽ. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഭാസ്കര ചേട്ടനെ കണ്ടു, വിനീഷിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ്. ഇത് മറ്റൊരു സ്റ്റുഡിയോ ആണ്, ടെറാക്കോട്ട ആൻഡ് സെറാമിക്. ടെറാക്കോട്ട സെറാമിക് അവിടെ അതിനുള്ളിലൊക്കെ എങ്ങനെ അതെന്ത് കോളാമ്പിയൊക്കെ ടെറാക്കോട്ടയിൽ നിർമ്മിച്ചത് അല്ലേ? അതെ, അതായത് അതൊരു നമ്മളെ ക്രാഫ്റ്റ്മെന്റ് ഒരു എക്സ്പെരിമെന്റ് ആണ്, 6 മാസത്തെ എക്സ്പെരിമെന്റ്. അത് ചെറിയൊരു സ്പീക്കർ സിസ്റ്റം അദ്ദേഹം പിന്നെ ടെറാക്കോട്ടയിൽ ചെയ്തു. അപ്പൊ അതിന് പിന്നെ വലുതാക്കി ഷോപ്പീസ് മാത്രമല്ലേ? അല്ലല്ല, അതിൽ നമുക്ക് മൊബൈല് സോങ് പ്ലേ ചെയ്യുമ്പോൾ അത് ആംപ്ലിഫൈഡ് ആയിട്ട് വരും. ഒരു നാച്ചുറൽ ആംപ്ലിഫയർ ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അതായത് ഇതൊരു കൃത്യമായും ഒരു എങ്ങനെയാണ് ഒരു ആംപ്ലിഫയർ പ്രവർത്തിക്കുന്നത്? സെറാമിക്കിൽ അല്ല, ഇത് ടെറാക്കോട്ടിലാണ് അല്ലേ? ടെറാക്കോട്ടിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഒരു പാട്ട് പ്ലേ ചെയ്താൽ നമുക്ക് കേൾക്കാം. എന്നിട്ട് ഇതാരെ കലാകാരന്റെ പേര്? ഇത് സിമോദ് ആൻഡ് ഷിനു. സിമോദ് ആദ്യം നമ്മൾ പറഞ്ഞു, ശിവ ആൻഡ് ഷിനു. ഓക്കെ, രണ്ടുപേരാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു റേറ്റ് എന്താണ്? ഇതിന്റെ റേറ്റ് ഇതിനൊരു 1800 വരും. 1800. ഇതിന്റെ റേറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും നമ്മൾ കിഷോർ കുമാറിന്റെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഓഡിയോ ആണ്. എത്ര ഓഡിയോ പുറത്തേക്ക് വരുന്നു നോക്കട്ടെ. ഒന്ന് പുറത്തെടുത്ത് നോക്കാം. ആ ഓഡിയോ ഡിഫറൻസ് മനസ്സിലായും തോന്നുന്നു പ്രേക്ഷകർക്ക്. എന്നാലും വളരെ കൃത്യമായിട്ട് ആംപ്ലിഫൈസ് വരുന്നു. ഓ, നാട്ടിലെ കോളാമ്പി ഇതൊരെണ്ണം വാങ്ങി വീട്ടിൽ വെക്കാവുന്നതാണ് എല്ലാവർക്കും. ഒരു പഴയ നൊസ്റ്റാൾജിക് എഫക്റ്റും ഫീലും ഒക്കെ കിട്ടുകയും ചെയ്യും. നമ്മുടെ പക്ക ഈ മരത്തിന്റെ മുകളിൽ കെട്ടിവെക്കുന്ന കോളാമ്പിയിൽ വരുന്ന ശബ്ദത്തിന്റെ ഫീൽ. നൈസ് നൈസ് നൈസ്. ഓക്കെ, അത് ഗംഭീരമായി. സതീശേട്ടൻ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മനസ്സിലാകുമോ എന്നുള്ള സംശയം. എന്തായാലും അത് വളരെ ക്രിയേറ്റീവ് ആണ്, ഒപ്പം തന്നെ ഒരു ഇംപ്രവൈസേഷൻ അല്ലേ? അതായത് ട്രഡീഷണൽ പോട്ടറി മേക്കിംഗ് എന്നാണ് ഇങ്ങനെയുള്ള സ്കൾപ്ചേഴ്സ്. അത് ഒരു ഡിസൈൻ അവയർനെസ് ആളുകൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് തന്നെ എന്തുമാത്രം മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട്. അത് വോൾട്ടൈലുകള് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്ട്സ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള കൂളിംഗ്. അപ്പം ടെറാക്കോട്ടന്റെ പിന്നെ നമ്മള് വോൾട്ടൈൽസ് വെക്കുകയാണെങ്കിൽ ആ റൂമിന് ഓട്ടോമാറ്റിക്കലി ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ടാകും. അതെ 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 അതെ. ഏതായാലും ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാനുണ്ട് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓൺട്രപ്രണർ ആയിട്ടുള്ള ശോഭ വിശ്വനാഥും അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും. ശോഭയുടെ ഒരു വീവിംഗ് വില്ലേജ്, അതിന്റെ ഒരു സ്റ്റുഡിയോയും ഇവിടെയുണ്ട്. നമുക്കപ്പോൾ ഈ ആ വാർത്തയിലേക്ക് അല്ലെങ്കിൽ ശോഭയുടെ വിശേഷങ്ങളിലേക്ക്, ഇവിടുത്തെ മറ്റു കാഴ്ചകളിലേക്കൊക്കെ വരും മുമ്പ് ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. മോർണിംഗ് വൈബ്സ് വേഗം തിരികെ എത്താം കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലേക്ക്. ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, അപ്പോ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ തുടരുന്നത്. ആറന്മുള കണ്ണാടിയുടെ ഒരു സ്റ്റുഡിയോ ആണിത്. ആറന്മുള കണ്ണാടിയുടെ മാത്രമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ശേഖരം. ആറന്മുള കണ്ണാടി വാങ്ങാനും ഇതിന്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്. ആറന്മുളയിൽ വെച്ചാണ് നടക്കുന്നത്. കാരണം അതെ, ഡിസ്പ്ലേ കം സെയിൽ മാത്രമേ ഉള്ളൂ. അതൊരു ജോഗ്രഫിക്കലി ഇൻഡിക്കേറ്റഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇവിടെ ചെയ്യാനുള്ള ഒരു പ്രയാസം ഉണ്ട്. ഓക്കെ, അതെ 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 അതെ. ഓക്കെ, തൊട്ടിപ്പുറം തന്നെ നമുക്ക് പൂരം ക്രാഫ്റ്റുകളുടെ ഒരു സ്റ്റുഡിയോ കാണാം. അതായത് ഈ പൂരത്തിൽ ഉപയോഗിക്കുന്ന, നമ്മളവിടെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുമ്പോൾ അവിടെ പ്രദർശനം കാണാറില്ലേ, അതുപോലുള്ള ഒരു പ്രദർശനം തന്നെ നമുക്ക് കാണാം. വലിയ നെറ്റിപ്പട്ടങ്ങളും ഒക്കെ ആയിട്ട് അതിന്റെ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന സെയിൽ ഉണ്ടല്ലേ? ഇത് എങ്ങനെ അവിടെയുള്ള കലാകാരന്മാരാണോ? ഇത് അതെ, ഗുരുവായൂരുള്ള കലാകാരന്മാരാണ് ഇത് ചെയ്യുന്നത്. അതായത് വാൾ ഹാങ്ങിങ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ആനച്ചമയങ്ങള്. നമ്മള് മിഡിൽ കാണുന്ന അതൊക്കെ പിന്നെ റിയൽ ആയിട്ടുള്ള അത്രയും ബ്രാസ് തന്നെ ചെയ്തിരിക്കുന്ന ഹെവി ആയിട്ടുള്ള സാധനമാണ്. നെറ്റിപ്പട്ടം അല്ലേ?
അപ്പൊ അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ഈ ക്രാഫ്റ്റ് വില്ലേജിലുണ്ട്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ കാഴ്ചകൾ അതിങ്ങനെ അവസാനിക്കുന്നില്ല. പൂരം ക്രാഫ്റ്റ്, ആറന്മുള, അങ്ങനെ ഇതിങ്ങനെ ഒരു യു ഷേപ്പിൽ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. വിവിധ ഇനങ്ങളിലായിട്ടുള്ള കരകൗശല വസ്തുക്കളുടെ, കരകൗശല സാമഗ്രികളുടെ ഒരു സെയിലുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇനി നമ്മൾ വീവിംഗ് വില്ലേജിലേക്ക് പോകും. ഈ വീവിംഗ് വില്ലേജിൽ നമുക്ക് അവിടെ കൈത്തറി എങ്ങനെയാണ്, ബാലരാമപുരം കൈത്തറി എന്നൊക്കെ നമ്മൾ അറിയാമല്ലോ. ഇപ്പൊ അഴീക്കോട് ഇത്തരം കൈത്തറികളുടെ ഒരു നിർമ്മാണം പോലും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിന്റെ ഓൺട്രപ്രണറാണ് ശോഭ വിശ്വനാഥ്. ശോഭ ഹാൻഡ് വില്ലേജിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഈ വൈറ്റ് വുഡ് ക്രാഫ്റ്റ് കൂടി ഒന്ന് കണ്ട ശേഷം വരാൻ തോന്നുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് വുഡ് ക്രാഫ്റ്റ്, ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ ശ്രദ്ധിച്ചോ. വൈറ്റ് വുഡ് എന്ന് പറയുന്നത് പിന്നെ കേരളത്തിൽ വളരെ അപൂർവമാണ്. എന്നാലും സാൻഡൽ വുഡിന്റെ സെയിം ജോണറിൽ വരുന്ന ഒരു വുഡാണ്. വളരെ സോഫ്റ്റ് ആണ്. പക്ഷെ അതേസമയം ഒരു 30 വർഷം പഴക്കമുള്ള വുഡൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഈട് നിൽക്കുന്ന ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒറ്റത്തടിയാണോ? അത് ഒറ്റത്തടിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അയ്യോ, ഈ ക്രാഫ്റ്റ്മാന്റെ ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് കൊടുത്തിരിക്കുന്ന ഒരു വിശ്വരൂപം. 3.5 വർഷം എടുത്ത് ചെയ്ത ഒരു വർക്കായിരുന്നു. അപ്പൊ ഇന്നത് എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ എറണാകുളത്തുള്ള വീട്ടിലുണ്ട്. അതെ, അത് വാർത്തയായിരുന്നു അല്ലെ? അതെ, അതിന്റെ ഫോട്ടോ എവിടെയുണ്ട്? നമുക്ക് കാണിച്ചു തരാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ലാലേട്ടൻ ഈ ഇദ്ദേഹത്തിന്റെ പേരെന്താണ് ശില്പിയുടെ? നാഗപ്പൻ. ഇതാണ് ഇവിടെ നിന്നും ലാലേട്ടൻ കൊണ്ടുപോയ, മോഹൻലാൽ കൊണ്ടുപോയ ഒരു വലിയ ശില്പമാണ് വിശ്വരൂപം. ഓക്കെ. അപ്പൊ നാഗപ്പൻ ഇവിടെ കാണാൻ പറ്റും? അദ്ദേഹം വന്നാൽ ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇനി ഞാൻ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ അതിഥിയിലേക്ക് പോകാനുള്ള സമയമായി. ശോഭ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കാസർഗോഡ് കൊടിയമ്മ പ്ലാന്റേഷനിലെ മരങ്ങൾ അത് കത്താൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി എന്നുള്ള ഒരു റിപ്പോർട്ടാണത്. അതായത് ഈ ഉണങ്ങി പാകമായ കാറ്റാടി മരങ്ങളാണ് ഒരാഴ്ചയോളമായി ഇങ്ങനെ രാത്രിയിലും പകലുമായി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച കണ്ട ശേഷം നമുക്ക് മടങ്ങിയെത്താം. അതിഥിയിലേക്ക് പോകാം. കേരള ക്രാഫ്റ്റ് ആൻഡ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന് കീഴിൽ കുമ്പള പഞ്ചായത്തിലെ കൊടിയമ്മ പ്ലാന്റേഷനിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ തീപിടുത്തം ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായില്ല. ഉണങ്ങി പാകമായ കാറ്റാടി മരങ്ങൾ ഒരാഴ്ചയിലേറെയായി രാത്രിയും പകലും കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീപിടുത്തത്തിലും മഴക്കാലങ്ങളിൽ കടപുഴകിയും വീണ് നശിച്ചുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് മരങ്ങളാണ് ഇതിനോടകം കത്തിത്തീർന്നത്. കുമ്പള, ഷേടിക്കാവ്, കഞ്ചിക്കട്ട, ചൂലിത്തടുക്ക പൊതുമരാമത്ത് പാതയോട് ചേർന്നാണ് മരങ്ങൾ കത്തുന്നത്. 100 കണക്കിന് വീടുകളും സ്കൂൾ, ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് വർഷങ്ങളായി തീപിടുത്തം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ അടക്കം നിരവധി ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ കെടാതെ തീ കത്തുന്നതിന്റെ ആശങ്കയിലാണ് നാട്. വേനൽക്കാലം ചൂട് പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ കൊടിയമേലി എല്ലാ വർഷവും 2-3 പ്രാവശ്യം ഈ കാട്ടിലേക്ക് തീ പിടിക്കലും തീ കൊടുക്കുന്നതാണോ അതോ തീ വീട് പിടിക്കുന്നതോ അല്ല ചൂട് കൊണ്ട് പിടിക്കുന്നതോ എന്നറിയില്ല. മരങ്ങളെല്ലാം ഒരുപാട് നശിച്ചു പോകാറുണ്ട്. അതെല്ലാം സർക്കാരിന് വൻ നഷ്ടമാണ് വരുന്നത്. അതുമല്ലാതെ ഒരുപാട് പഴകിയ മരങ്ങൾ അവിടെ വീണ് ദ്രവിച്ചു പോകുന്നുണ്ട്. ഒരു ഉപകാരത്തിനുമില്ലാതെ ജനങ്ങൾക്ക് പോലും വിറക് കത്തിക്കാൻ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണത് ഫോറസ്റ്റിൻ്റെ മരമായതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ഈ നഷ്ടമെല്ലാം ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി എടുത്തിട്ട് ആ മരങ്ങളെല്ലാം വെട്ടിമാറ്റുന്ന ഒരു നടപടിക്ക് മുന്നിട്ടിറങ്ങണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി നാട്ടുകാരെന്ന നിലയിൽ പറയുന്നു. പാകമായതും ഉണങ്ങിയതുമായ മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടിയില്ലാത്തതാണ് തുടർച്ചയായി തീപിടുത്തത്തിന് കാരണമാകുന്നത്. അഗ്നിരക്ഷാസേന ഇടയ്ക്കിടെ വന്ന് തീ അണയ്ക്കുന്നുണ്ടെങ്കിലും പിന്നീടും തീ പടരുന്നു. വിഷയത്തിൽ വനം വകുപ്പ് അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 കാസർഗോഡ്. ഓക്കെ, കാഴ്ചകൾ കണ്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശോഭ വിശ്വനാഥ് നമ്മോടൊപ്പം ചേരും ഹാൻഡ്ലൂം വില്ലേജിൽ നിന്ന്. അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അവിടുത്തെ കൈത്തറിയുടെ വിശേഷങ്ങൾ, ഒപ്പം ശോഭയുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ എങ്ങനെ പോകുന്നു ഒക്കെ ചോദിച്ചറിയാം. നമുക്ക് എന്നാലും ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. മോർണിംഗ് ബൈക്സ് വേഗം തിരികെ എത്തുമ്പോൾ ശോഭ വിശ്വനാഥ് ഉണ്ടാവും നമ്മോടൊപ്പം ഈ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ. ഇടവേള. I see God in every thread that I draw on the spinning wheel. മഹാത്മാഗാന്ധിയുടെ അത്രയും മഹത്തരമായിട്ടുള്ള ആ വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് വേറെ എവിടെയുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ശോഭ വിശ്വനാഥിന്റെ വീവിംഗ് വില്ലേജിന് മുന്നിലാണ്. ശോഭ ഹാൻഡ്ലൂം വില്ലേജിലാണ്. അപ്പം എങ്ങനെയുണ്ട് ഈ ഓൺട്രപ്രണർഷിപ്പ്?
അടിപൊളി. വെറും ഓൺട്രപ്രണർഷിപ്പ് അല്ല, സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ്. യെസ്, എക്സാക്ട്ലി. അങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ? അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു മാറ്റം നമ്മൾ സൊസൈറ്റിയിൽ, കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒരുമിച്ച് വളരുക എന്നുള്ളൊരു, അതും ഒരുപാട് പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ, പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, ഓരോ പ്രോജക്ട്സ് കൊണ്ടുവരിക. അപ്പം ഒരു സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ആണ് വേണ്ടത്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോ പുട്ടിക്കച്ചവടം നടത്താം, ഹോട്ടൽ ബിസിനസ് നടത്താം, അല്ലെങ്കിൽ സാധാ ജോലിക്കട നടത്താം, എന്തുകൊണ്ടായി കൈത്തറി ഹാൻഡും വീവിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചത്? ഒരു മാർക്ക് ഉണ്ടാക്കാനായിട്ട്. അതിന്റെ ആലോചന വന്ന എനിക്ക് തോന്നുന്നു ഒരു വീവിംഗ് വില്ലേജിൽ പോയപ്പോഴാണ് അല്ലെ? അതെ, നമ്മുടെ ഒരു നെയ്ത്ത് ഗ്രാമത്തിൽ പോയപ്പോ തന്നെയാണ് ഈ ഒരു ആശയം വന്നത്. അതാണ് ഞാൻ പറഞ്ഞ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ആശയം ജനിച്ചതും. അതുപോലെ ഈ പറഞ്ഞ ക്രാഫ്റ്റ് വില്ലേജ് ആണെങ്കിലും ഇതൊക്കെ നമ്മള് കുറെ പ്രോബ്ലംസ് ഉണ്ട് അല്ലേ, സ്പെഷ്യലി നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനെ നമ്മൾ റിവൈവ് ചെയ്തെടുക്കുക, അതിനെ നമ്മൾ മുമ്പോട്ട് അടുത്ത ജനറേഷന് വേണ്ടി കാണിച്ചു കൊടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ ഇനിഷ്യേറ്റീവ്സ് മുമ്പോട്ട് വരണം. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. കേരളത്തിന്റെ അങ്ങ് മുതല് കാസർഗോഡ് മുതല് മനോഹരമായ ഒരു സെറാമിക് പോട്ടറി ലൗഡ് സ്പീക്കർ, അതായത് നമ്മൾ ഫോൺ വെച്ചപ്പോൾ അതിന്റെ ബേസിക്കലി ഇംപ്രവൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഒരു ക്രാഫ്റ്റിനൊപ്പം സസ്റ്റൈനബിൾ ആയിട്ടുള്ള. ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മള് വെറും ഗ്രോത്ത് അല്ല നമുക്ക് വേണ്ട, സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോത്ത് വേണം എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ് ഓരോരോ നമ്മള് സ്റ്റോൾസിൽ പോയാലും സ്റ്റോറിൽ പോയാലും അത് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ശോഭയുടെ ആ സാമ്രാജ്യത്തിലേക്ക് പോയാലോ, ഹാൻഡ്ലൂം വില്ലേജിലേക്ക്. ഇതാണ് ശോഭയുടെ ഇവിടുത്തെ ക്രാഫ്റ്റ് വില്ലേജിലെ, കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ ഹാൻഡ്ലൂം വില്ലേജ് അല്ലെ? ഈ ഹാൻഡ്ലൂം വില്ലേജിൽ ഇവിടെ കൈത്തറി യൂണിറ്റ്, എത്ര യൂണിറ്റ് ഉണ്ട്? അതായത് ഇത് നമ്മുടെ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ കേരള ടൂറിസത്തിനെ സംസാരിച്ച് ഉണ്ടാവുമല്ലോ, അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കേരള ടൂറിസവും അതുപോലെ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഒരു 25 ഇയേഴ്സിന് ത്തേക്ക് എടുത്തിട്ട് ഇത്രയും ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കുന്നത്. ബിക്കോസ് പണ്ട് ഒരു 10 ഇയേഴ്സ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരുന്നു, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആർക്കായാലും അത് മനസ്സിലാകുന്നു. ഭയങ്കര അമ്പരപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതില് നമ്മുടെ കൈത്തറിയും ഒബ്വിയസ്ലി പ്രൈഡ് ഓഫ് കേരളയാണ്. അപ്പം കൈത്തറി ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബാലരാമപുരം കുഴിത്തറി മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള വീവ്സ്, ലൂംസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് പ്രോസസ്സ് കണ്ട് നമ്മൾ പ്രോഡക്റ്റ് മേടിക്കുക എന്നുള്ളൊരു കാര്യമാണ് അല്ലെ. നമ്മൾ കാണുമ്പോ നമുക്ക് കണ്ട് കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിന് വില, ഇതെന്താണ് അതിന്റെ ഒരു പുറകിൽ പോകുന്ന ഒരു എഫേർട്ട്. ഇത് നമ്മുടെ ഒരു വീവറാണ്, പ്രൗഡ് വീവറാണ്, പേര് മഞ്ജു അല്ലേ? ഓക്കെ ഓക്കെ. എത്ര നാളായി ഈ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്? 20 വർഷമായി. ഓക്കെ, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരില്ലേ? കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്തായാലും മഞ്ജു ചേച്ചി നമുക്ക് വേണ്ടി ആ കൈത്തറി വീവിംഗിന്റെ ഒരു ടെക്നിക്ക് പറഞ്ഞു തരും. അപ്പൊ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ എന്ന് മുതലേ സാരിയിലേക്ക് കിടന്നത്? ഒരു 13 വർഷമായി. 13 വർഷമായി. സാരി എങ്ങനെയായിരുന്നു എന്റെ പ്രചോദനം? സാരി പ്രചോദനം ബിക്കോസ് നമ്മളിപ്പം ഒരു സംഭവം പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ട്, നമ്മൾ തന്നെ അത് ആദ്യം യൂസ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഒരാളിലേക്ക് ഒരു അംബാസിഡർ ആവുന്നത് അല്ലേ. അപ്പം അതിന്റെ ബെനിഫിറ്റ്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് ധരിച്ച് നമ്മളത് കാണിച്ചു കൊടുക്കുക. ഇതിപ്പോ ചെയ്യുന്നത് ബാലരാമപുരം കൈത്തറിയാണല്ലേ? അതെ, ഇത് കുഴിത്തറി എന്നാണ് ഇതിന്റെ പറയുന്നത്. അപ്പം ഇത് ഒരു ഡൈയിങ് ആർട്ടാണ്. ഇതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാനും ഇതിലേക്ക് ഇറങ്ങുന്നത്. പിറ്റിൽ ഇരുന്നിട്ടാണ് അത് വീവ് ചെയ്യുന്നത്. കണ്ടാൽ അറിയാം എന്തുമാത്രം ഒരു എഫേർട്ട്. ഇപ്പൊ നോർമൽ ഷട്ടിൽ ലൂമിനെയും കാട്ടി ഒരു 2 ഇരട്ടി ഇതാണ് എഫേർട്ടാണ് ഇതിലേക്ക് പോകുന്നത്. മാത്രമല്ല അത്രത്തോളം ക്വാളിറ്റിയാണ് ഈ ഒരു നെയ്ത്തിലുള്ളത്. ഇപ്പൊ നമ്മുടെ ബാലരാമപുരം കൈത്തറിയുടെ ഏറ്റവും എടുത്തു നോക്കിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകവും പുറവും. ഇത് മനസ്സിലായില്ല, ഇത് എനിക്ക് 2 സൈഡ് കൊടുക്കാം. അതെ അതെ അതെ. അപ്പൊ ഇത് 2 സൈഡ് എനിക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ബാലരാമപുരം കൈത്തറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം കാണാലോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ലൂമില് തന്നെ നമുക്ക് ഫാബ്രിക് നെയ്യാം, മുണ്ട് നെയ്യാം, സാരി നെയ്യാം. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ട് ഇതിലുണ്ട്. ഈ മഞ്ജുജി ഒരു നിമിഷം, ഇതൊക്കെ നിർമ്മിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടോ? ഇതൊക്കെ മെഷീനിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ബാലരാമപുരം കൈത്തറി പോലും ഇപ്പോഴും കൈകൊണ്ട് മാത്രമാണ് കൈത്തറി ഇന്ന് ശരി തന്നെ. പക്ഷെ എങ്കിൽ പോലും
ക്വാളിറ്റി കുറയും അല്ലേ? ക്വാളിറ്റി കുറയും എന്നുള്ളതാണ് ഇതിന്റെ മാത്രല്ല യുണീക്ക് ആണ്. ഓരോ കൈത്തറി വസ്ത്രവും, ഓരോ സാരിയും, ഓരോ മുണ്ടും അത് യുണീക്ക് ആണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് മെഷീൻ മെയ്ഡ്, ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ഹാർട്ട് ആൻഡ് സോൾ ആൻഡ് അല്ലേ, അത്രത്തോളം സ്നേഹത്തോടെയാണ് ഉണ്ടാക്കുന്നത്. ഹാൻഡ് വുവൺ വിത്ത് ലവ് എന്ന് നമ്മൾ പറയും. അപ്പം മോട്ടീവ്സ് വരുന്നുണ്ട്. ഇതെല്ലാം കൈകൊണ്ട് കോർത്തെടുക്കുന്ന സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇത് ആദ്യം ഈ വൈറ്റ് ചെയ്തിട്ട് അതിന് പിന്നീട് ത്രെഡ് ചെയ്യുന്നതാണോ? അല്ലല്ല, ഇടയ്ക്കൂടെ കോർക്കും. ഓക്കെ, അതിന്റെ ഇടയിലൂടെ തന്നെ ചെയ്യും അല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ബലരാംപുരം പ്രത്യേകം എന്ന് പറഞ്ഞാൽ 100 മുണ്ടൊക്കെ നെയ്യുന്ന ഏറ്റവും സോഫ്റ്റ്, ഏറ്റവും ഹൈ ക്വാളിറ്റി കൗണ്ടില്, ത്രെഡ് കൗണ്ടിൽ ചെയ്യുന്നത് ബലരാംപുരത്ത് തന്നെയാണ്. പിന്നെ കസവാണെങ്കിലും അതുപോലെ തന്നെ. അപ്പൊ ഏത് നമ്മള് സാരി സെറ്റ് മുണ്ടെന്ന് പറയുമ്പോ, മുണ്ട് അതായത് കല്യാണ വസ്ത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും ബാലരാമപുരം, ഏത് ഇപ്പം ഇന്ത്യയിൽ എവിടെ പോയാലും നമ്മുടെ ബാലരാമപുരം ഹാൻഡ്ലൂംസിന് ഭയങ്കര ഒരു ഡിമാൻഡ്. ഇപ്പൊ ബനാറസി ഒക്കെ പോലെ തന്നെ കേരളം എടുക്കുമ്പോ നമ്മളിപ്പം പ്രത്യേകിച്ച് 5 വീവ്സ് ആണ്, നമ്മുടെ ലൂംസ് ആണ് ഇവിടെ കേരളത്തില്. ഒന്ന് ബാലരാമപുരം, ചേതമംഗലം വരും, പിന്നെ കൂത്താമ്പള്ളി, കണ്ണൂർ, കാസർഗോഡ്. അപ്പൊ ഇതിലെല്ലാത്തിലും എടുക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതയാണ്. ഇപ്പം ബാലരാമപുരത്ത് ഞാൻ ഈ സെറ്റും മുണ്ട് സാരി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചേതമംഗലത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ തോർത്ത്, ധോത്തി, മറ്റേ ഒറ്റമുണ്ടുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മള് കൂത്താമ്പള്ളി പോകുമ്പം കൂടുതലും ജക്കാർഡ് ലൂംസ് ആണ്, ജക്കാർഡിന്റെ ഡിസൈൻസും അങ്ങനത്തെ സാരീസ് ഒക്കെയാണ്. കണ്ണൂർ പോകുമ്പോൾ കൂടുതൽ നമ്മൾ കളേഴ്സ് ഒരുപാട് കാണും. ഹോം ഫർണിഷിങ്സ് ആണ് അവിടെ കൂടുതൽ, എക്സ്പോർട്ടിംഗില് ഒരുപാട് അവര് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ കാസർഗോഡ് സാരീസ് എന്ന് പറയുമ്പോൾ കളർ സാരീസ് ആണ്. അത് ഒരിക്കലും നമ്മൾ കാസർഗോഡ് സാരീസ് കാണുമ്പോഴത്തേക്കും ഇത് കേരള സാരിയാണോ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതായിരിക്കും. അല്ല, അത് കാസർഗോഡ് സാരിയാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ കളേഴ്സും ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ വെച്ചിട്ട് വീവ് ചെയ്യുന്നത് അവിടെ. ശോഭയല്ലോ, അസാധ്യമായിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ടല്ലോ ഇതിനകത്ത്. ഇപ്പൊ 13 വർഷമായില്ലോ, 2 വർഷമല്ലല്ലോ. അപ്പം ഓൾ കേരള നെയ്ത്തുകാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യവും, അതുപോലെ ഗവൺമെന്റ് പ്രോജക്ട്സിന്റെ പ്രഗതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ട്, ഷോ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ ഓർഗാനിക് കോട്ടൺ, അതുപോലെ തന്നെ നാച്ചുറൽ കളേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. നെയ്ത്തുകാരുടെ നമ്മൾ എന്തിനാണ് നമ്മൾ കെമിക്കൽ കളേഴ്സ് യൂസ് ചെയ്യുന്നത്? വൈ ഡോണ്ട് വി യൂസ്, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മറ്റേ. അപ്പൊ അങ്ങനെ ഒരു നെയ്ത്തുകാരുടെ ഇടയ്ക്ക് പ്രൊമോഷനും അതുപോലെ തന്നെ ട്രെയിനിങ്ങും കൊടുത്തിട്ട് ഗവൺമെന്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാനും ആദ്യമായിട്ടാണ് നമ്മൾ ഒരു കാലണ്ടർ ചെയ്യുന്നത്, ഹാൻഡ്ലൂം കാലണ്ടർ ചെയ്തു. അപ്പൊ മിനിസ്റ്റർ ആയിരുന്നു അതിന്റെ ഇതൊക്കെ. അപ്പം നമ്മുടെ DICയും ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്നിട്ട് പിന്നെ വീവേഴ്സ് വില്ലേജും കൂടെ ചെയ്തതായിരുന്നു. പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. സംസാരിക്കുന്നത് തന്നെ ഇങ്ങനെ വളരെ ഡെപ്തിൽ പോവുകയാണ് ഇങ്ങനെ ഹാൻഡ്ലൂമിലേക്ക്. അതാണ് ഞാൻ എന്തുകൊണ്ട് ഞാൻ സാരി എടുത്ത് ഓടാറുണ്ട്. ഓക്കെ, ഐ ഡു റൺ മാരത്തൺ ടു പ്രൊമോട്ട് നമ്മുടെ പിറ്റ്ലൂംസിനെ. അപ്പം ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളേ ഉള്ളൂ, നമ്മുടെ കയ്യിലാണ്. ഇതിപ്പോ നമ്മളും കൂടി വിട്ട് കഴിഞ്ഞാൽ ഇതിന് മുമ്പോട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഈ യങ് ജനറേഷൻ ഇതിന് സപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പം യങ് ഡിസൈനേഴ്സ് വരുന്നുണ്ട്. ഇപ്പം നിഫ്റ്റിന്നായാലും NID കുട്ടികൾ ഇപ്പം ബൾക്കായിട്ട് ഓർഡർ വരുന്നുണ്ടോ? വരാറുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഞാൻ ചോദിക്കുന്നത് ക്യാമ്പസുകളിൽ നിന്നോ അല്ലെങ്കിൽ IT പാർക്കുകളിൽ നിന്നോ വളരെ ഈ ട്രെൻഡി ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം ചോദിക്കുന്നത്. വരാറുണ്ട്. മാത്രമല്ല ഇവിടെ തന്നെ നമ്മള് ഓണത്തിന്റെ സമയത്ത് ഗിഫ്റ്റഡ് ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് GI ടാഗ് പ്രോഡക്ട്സ്, അതായത് വാൽക്കണ്ണാടി പോലത്തെ പ്രോഡക്ട്സിനോടൊപ്പം തന്നെ നമ്മുടെ കൈത്തറിയും കൂടി വെച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ്, അതൊക്കെ ബൾക്ക് ഓർഡേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഓണം ആവുമ്പോ ഇപ്പം പുറത്താണ്. ഞാൻ ചോദിക്കാൻ വന്ന ഓണത്തിലേക്ക്, അതായത് ഇപ്പൊ കേരളത്തിലെ യുവത്വം എത്ര പേർ സാരി ഉടുക്കും, എത്ര പേര് മുണ്ടുടുക്കും? ഉടുത്തു തുടങ്ങി. ബിഗ് ബോസിൽ ഞാൻ പോയതിനു ശേഷം കുറെ ബിഗ് ബോസിൽ കാര്യം ചോദിച്ചപ്പോൾ ഈ ആ 100 ദിവസവും ഈ പറയുന്ന പോലെ ഓരോരോ സാരിയും ഓരോരോ പ്രത്യേകത ഉള്ളായിരുന്നു. അതെ, പ്രത്യേകത ഒരു 80% എന്റെ വീവേഴ്സ് വില്ലേജിന്റെ സാരിയാണ്, 20% എടുത്ത സ്പെഷ്യൽ സാരീസ് ആണ്. അതായത് ഒരു സാരി സ്പീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്യാമ്പയിൻ എനിക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം എന്റെ ലൈഫിലെ സ്ട്രോങ് വിമന്റെ സാരീസ് കൊടുത്താണ് ഞാനത് അവരുടെ കഥ പറഞ്ഞു. വീവേഴ്സിൽ ഒരാളുടെ സാരി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെ, വീവേഴ്സിന്റെ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ്സിന്റെ ഉണ്ടായിരുന്നു. എന്റെ ടൈലർ ലേഡി രാജിയുടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പേര്, എന്റെ അമ്മ മുതൽ അങ്ങ് തുടങ്ങി. ഗീതാമ്മയുടെ ഉണ്ടായിരുന്നു, ബിന്ദു ചേച്ചി, ഭാഗ്യലക്ഷ്മി ചേച്ചി, അവൻ കുറെ പേരുടെ, ശൈല ചേച്ചി, സിന്ധു ചേച്ചി, അവൻ ഒത്തിരി പേരുടെ സാരീസ് ഞാൻ 30 സെക്കൻഡ്സിൽ ഞാൻ കൊടുക്കും.
മേക്കപ്പ് ചെയ്യാനായിരിക്കും കുളിച്ച് റെഡി ആവാനായിരിക്കും എനിക്ക് പക്ഷെ സാരി എടുക്കുന്നത് ഞാൻ 30 സെക്കൻഡിൽ സാരി എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് അഴീക്കോട് അല്ലേ? അതെ അതെ അതെ, കണ്ണൂരത്തെ ഒരു തറിയാണ് അല്ലേ? അതെ, അവിടെ ഞാൻ പറയില്ല ബെഡ്ഷീറ്റ്സ് അതുപോലെ ഹോം ഫർണിഷിങ്സ് ആണ് കൂടുതലും. ഈവൻ അവിടുത്തെ പ്രത്യേകത അവർക്ക് ഡൈ ഹൗസ് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ കൂടുതലും ഇങ്ങനത്തെ ഇതാണ്. പിന്നെ എക്സ്പോർട്ടിങ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരുപാട് എക്സ്പോർട്ടിങ്ങിന്റെ ഡിമാൻഡ്സ് വരാറുണ്ട്. ഈ തറികളൊക്കെ ജസ്റ്റ് ഒരു ഡിസ്പ്ലേക്ക് മാത്രം പിന്നെ ഒരു 10 o'clock ആകുമ്പോൾ യു ക്യാൻ സീ എല്ലാരും വന്ന് മഞ്ജു ചേച്ചി രാവിലെ വന്ന് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നതാണ് പാവം ചേച്ചി. ഇത് കാസർഗോഡ്. ഓക്കെ, കാസർഗോഡ്. ഓരോ തറി ഇതിന്റെ വ്യത്യാസം എന്താ തറികളുടെ? അത് ഷട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ജക്കാർഡ് ലൂമാണ്. ഞാൻ പറഞ്ഞില്ലേ ജക്കാർഡ് ലൂം. ജക്കാർഡ് സഹായമുണ്ട്. മെഷീൻ എന്ന് വെച്ചാൽ അവിടെ മുകളിൽ കാർഡ് ഇട്ടിട്ട് ആ കാർഡിന്റെ ഇത് വെച്ചിട്ടാണ് ഡിസൈൻസ് അതിനകത്ത് പതിയുന്നത്. പിന്നെ അവിടെ സിൽക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ തറികള് അങ്ങനെ ഒരു ഡിഫറെന്റ് ഇതാണ്. ഇതെല്ലാം പക്ഷെ ഷട്ടിൽ ലൂം എന്നുള്ള ഒരു വിഭാഗത്താണ് വരുന്നത്. ഇരുന്നിട്ട് മനസ്സിലായില്ലേ, ഇരുന്ന് കുറച്ചും കൂടി ആ കുഴിതറി പോലെയല്ല, കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ നെയ്ത്ത് ഡെഫിനറ്റ്ലി കാല് മുതൽ അങ്ങ് കണ്ണ് വരെ അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആണെങ്കിൽ അത് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയും നെയ്ത് നമുക്ക് വേസ്റ്റ് ആണ്. അപ്പൊ അതാണ് കൈത്തറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ അല്പം ഡിസോർഡർ അല്ലെങ്കിൽ നമ്മൾ അല്പം പിന്നെ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ കയ്യിൽ പോകും. അതെ അതെ അതെ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് അത്രയും സൂക്ഷിച്ചാണ് അത്രയും സമയം എടുത്താണ് നെയ്യുന്നതെന്ന് ആലോചിക്കണം. നമ്മളിപ്പോ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒരു 15 days 20 days എടുത്ത് നെയ്യുന്നത് പവർ ലൂമില് വിത്തിൻ സെക്കൻഡ്സ് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൈസിംഗിൽ അവർക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഭയങ്കര നമുക്കൊരു അടിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം പക്ഷെ ബ്രാൻഡ് മാർക്ക് വരുന്നുണ്ട്. പിന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതായത് പവർലൂം ഏതാണ്, കൈത്തറി നമ്മുടെ ഏതാണ്, ഒറിജിനൽ ഏതാണെന്ന് പറയും. ഇപ്പം ബാലരാമപുരത്ത് പോയാൽ പോലും അവിടെ മിക്കതും പവർലൂമാണ്. അപ്പൊ ഇതിനൊക്കെ അത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കുറച്ചും കൂടി ഒരു നമുക്ക് കേരള ബ്രാൻഡ് മാർക്ക് തന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എക്സിക്യൂട്ടിന്റെ പാർട്ട് വരുമ്പോഴത്തേക്ക് ഇംപ്ലിമെന്റേഷൻ പാർട്ട് വരുമ്പോ അത് നടക്കുന്നുണ്ടോന്നും കൂടി മോണിറ്റർ ചെയ്യാനായിട്ട് ഉള്ളൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു ഇത് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ അടുത്ത തലമുറ ഇതിലേക്ക് വരണം. അത് അടുത്തൊരു ചലഞ്ചാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങള് നബാർഡിന്റെ ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാലരാമപുരം പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് 537 വീവേഴ്സിനെ നമ്മൾ ഡയറക്റ്റ് വീവേഴ്സിനെ, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കുള്ള മിഡിൽമെൻ അല്ല. അതുപോലെ നമുക്കിപ്പോ സൊസൈറ്റീസ് ഉണ്ടല്ലോ, സൊസൈറ്റീസിലെ മെമ്പേഴ്സ് അല്ലാതെ ഡയറക്റ്റ് നെയ്ത്തുകാര് അവരാണ് ശരിക്കും പറഞ്ഞാൽ സഫർ ചെയ്യുന്നത്. അപ്പൊ അവരെ ചേർത്തുകൊണ്ട് ഒരു ഷെയർ ഹോൾഡേഴ്സ് ആക്കിയിട്ട് ഒരു കമ്പനി നബാർഡിന്റെ സിസയുടെ ഇനിഷ്യേറ്റീവിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബോർഡ് മെമ്പറാണ് ഞാൻ. അപ്പം അതിനകത്ത് നമ്മള് ഇപ്പം ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജക്കാർഡ് ലൂം മുതൽ എല്ലാ ലൂംസും അവിടെ സെറ്റ് ചെയ്തിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ അതൊരു ഇത് മുമ്പോട്ട് പോവാൻ നിലനിന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ഞങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ മേഖലയിലെ ഒരു എന്താ പറയാ ഒരു ജൈജാന്റിക് ഫിഗർ ആയിട്ട് ജസ്റ്റ് എ സ്മോൾ പാർട്ട് വാട്ട് എവർ ഐ കുഡ് കോൺട്രിബ്യൂട്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത് നമ്മുടെ മനസ്സിൽ തൊട്ടത് കൊണ്ടാണ് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നി അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മൾ തന്നെ അറിയാതെ അതിനകത്ത് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇൻവോൾവ് ആയി പോവും. മനസ്സിലായില്ല? അങ്ങനെയാണ് ഇപ്പം തിരിഞ്ഞു നോക്കും 13 വർഷമായോ എന്നുള്ളതാണ്. ഇപ്പൊ മീ ഇറ്റ്സ് ലൈക്ക് ഇന്നലെ നടന്നതുപോലെ ഉണ്ട്. ഇപ്പൊ വർഷം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഇതൊക്കെയാണോ ഇത്രയും പോസിറ്റിവിറ്റി വരുന്നത്? ഞാൻ ആദ്യം വന്ന ശോഭയെ ഞാൻ ഫോണിൽ സംസാരിച്ചതിന് അപ്പുറത്തേക്ക് ശോഭ ക്ഷയിക്കാൻ ശോഭ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അല്ല വേണ്ടത്, എവിടെ പോയാലും അത് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്. സെൽഫ് ലവ് എന്ന് ആദ്യം തുടങ്ങും. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ആ ഒരു ബ്യൂട്ടിഫുൾ സ്മൈലോടെ, അതുപോലെ തന്നെ എനിക്കിപ്പം വീട്ടിൽ എഴുന്നേറ്റ് ബെഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ സൂര്യനെ എനിക്ക് കാണാൻ പറ്റും. അപ്പം രാവിലെ സൂര്യഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നതിനൊക്കെ നന്ദി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ നമുക്ക്. ലൈഫ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഈ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം, എനിക്കാണെങ്കിൽ 24 hours തികയുന്നില്ല എന്നുള്ളതാണ് കാര്യം, സത്യം. അപ്പം മാത്രമല്ല രാവിലെ ആലോചിക്കുമ്പോൾ 100 ഐഡിയാസും ആണ്. അപ്പൊ അതിങ്ങനെ അതാണ് എന്റെ മുമ്പിലോട്ട് പോവാനുള്ള ഒരു ഡ്രീമും ഒരു വിഷനും, ടു ലീവ് ടു
മേക്ക് ഇന്ത്യ പ്രൗഡ്. അതാണ് എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തറീനെ ഗ്ലോബലി കൊണ്ടുപോകണം. നമ്മുടെ ഇന്ത്യയിലൊരു എന്താ എന്റെ പേരൻസ് മുതല് എല്ലാരും മലയാളികൾ മുതൽ എല്ലാരും പറയണം ദാറ്റ് ഓക്കെ ശോഭ എന്നുള്ള വ്യക്തി ജീവിച്ചിരുന്നു. എന്റെ ഒരു മാർക്ക് അടയാളപ്പെടുത്തിയിട്ട് വേണം പോവാൻ. പോണില്ല, ഞാൻ ബിഗ് ബോസിൽ പറയുന്നത് 100 ദിവസം കഴിഞ്ഞ് ഞാൻ പോവില്ല എന്ന് പറയുന്നത് ഞാൻ പോവില്ല. ഐ ലിവ് ഇൻ എവ്രി വൺസ് ഹാർട്ട്. അതാണ് ഇപ്പൊ നമ്മൾ അബ്ദുൽ കലാം ജീനെ ആയാലും ഒരുപാട് പേര് നമുക്ക് മുമ്പിലില്ലേ. ഇന്ദിരാഗാന്ധി എടുത്താലും നമ്മുടെ സുഗതകുമാരി ടീച്ചർ അമ്മ എന്റെ ഒരു മെന്ററാണ്. അമ്മയാണ് വീവേഴ്സ് വില്ലേജ് തിരികൊളുത്തി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അമ്മയാണെങ്കിലും അതുപോലെ ഒരുപാട് പേര് എന്റെ ഉള്ളിൽ അല്ലേ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് അവര്. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള അതുപോലെ ഇനിഷ്യേറ്റീവ്സ് നമ്മളില്ലെങ്കിൽ അത് നടന്നു പോണം. അപ്പൊ അതൊക്കെയാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ശരി, ഇനി നമുക്ക് കൈത്തറി വിട്ട് നമുക്ക് ഇനി മറ്റ് ഇപ്പത്തെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചാലോ? ഓക്കെ, അപ്പൊ കൈത്തറിയിലാണല്ലേ ലൈഫ്. കൈത്തറി, ഭൂമിക, പിന്നെ ഈ പറഞ്ഞ ബാലരാമപുരം പ്രോജക്ട്, പിന്നെ എൽഷിദ എന്ന് പറഞ്ഞ ഗോവയിലത്തെ ഇനിഷ്യേറ്റീവ്, പിങ്കത്തോൺ. അപ്പൊ അങ്ങനെ കിടക്കണം. പിന്നെ മൂവീസ് ഇപ്പം അങ്ങനെ മൂവീസിന്റെ വിശേഷം പറഞ്ഞേ, അത് ഞാൻ കേട്ടു. അല്ല അതിങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവുമ്പോ ഉണ്ടാവട്ടെ. സിനിമയുടെ കാര്യമാണ്, നമുക്കൊന്നും ഒരിക്കലും നമുക്കൊരു പ്രോമിസ്. അത് ഇറങ്ങുമ്പോ ഇല്ല, സ്റ്റോറിയൊക്കെ കേട്ടു, സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടു, ഒക്കെ ഇരിക്കുന്നു. അപ്പൊ തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. ടച്ച് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചല്ല ഞാനൊരു എന്താ മൂവിയിലേക്ക് വരണം എന്നോ അങ്ങനെ ഒരു ആഗ്രഹിച്ച ആളേ അല്ല. സ്കൂൾ മുതലേ അങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ വന്നിട്ടും എനിക്ക് ഒരിക്കലും ഒരു ഇൻട്രസ്റ്റ് അതിലേക്ക് തോന്നില്ല. ആർട്സ് ആൻഡ് സ്പോർട്സും പിന്നെ അങ്ങനെ ഒരു ഡിസൈൻ എന്നൊക്കെ ആയിരുന്നു. ബട്ട് ദെൻ ആഫ്റ്റർ ബിഗ് ബോസ് ലൈക്ക് എന്തോ ഒരു ഉള്ളിലൊരു ഒരു സീഡ് എവിടെയോ വീണിട്ടുണ്ട്. അപ്പം അതൊരു വലിയ ഘട്ടമായിരുന്നു ബിഗ് ബോസ്. ഭയങ്കര ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 100 ദിവസം നമ്മൾ ഒന്നുമില്ല, നമ്മുടെ എന്താ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, എന്റെ പെറ്റ്സ്, എന്റെ ചെടികള്, എനിക്ക് പോകാൻ പറ്റുന്ന ഡ്രൈവ്, കടല് കാണാൻ പറ്റില്ല, ആകാശം കാണാൻ പറ്റില്ല. ചിന്തിക്കാൻ പറ്റുമോ? വെരി ടഫ്, വെരി വെരി ടഫ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ലക്ഷ്യം നമുക്ക് വിന്നിങ് എന്ന് പറഞ്ഞ വിന്നിങ്ങിനെയും കാട്ടി എനിക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് കൂടുതൽ. എന്റെ വോയിസ് ഷുഡ് ബി ഹേർഡ് എന്നുള്ളൊരു കാര്യം. അപ്പം അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു എന്താ സമ്പാദ്യം ഇപ്പത്തെ. ഓക്കെ, ഞാൻ പറയട്ടെ, ഈ ബിഗ് ബോസിന്റെ കാര്യം പറയുമ്പോഴേ ഭയങ്കര എന്താ പറയാ ശത്രുക്കളായിരുന്നല്ലോ മൊത്തം. നമ്മള് ഡിഫറെന്റ് ആയിട്ടൊന്ന് ചിന്തിക്കുക. അതാണ് റിയാക്ട്. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. അല്ലാതെ എല്ലാവരുടെയും ഗുഡ് ബുക്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാളെ അല്ല ഞാൻ. പണ്ട് മുതലും അങ്ങനെ ആളല്ല. ഐ വാസ് ദ ബ്ലാക്ക് ഷിപ്പ് ഇൻ ദ ഫാമിലി. ഒരു മാറ്റമില്ല, മാറിയിട്ടില്ല. അന്ന് ഇപ്പൊ എന്റെ അടുത്ത് എന്റെ സ്കൂൾ മേറ്റ്സ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ സ്കൂൾ മേറ്റ്സ് ആണ്. പിന്നെ അല്ലാതെ കിട്ടിയത് അന്നമ്മയൊക്കെ. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അന്ന് എങ്ങനെയായിരുന്നു ഞാൻ, ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റമില്ല. എനിക്ക് ആ ചൈൽഡിഷ്നെസ് ഉണ്ട്. ഒരു ചൈൽഡ് ലൈക്ക് ആണ് ഞാൻ ഭയങ്കര. എന്നാൽ അറ്റ് ദ സെയിം ടൈം സീരിയസ് ആവേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആണ്. ഇതിന്റെ ഒരു ക്രോസ് ആണ് ഞാൻ. ഞങ്ങളുടെ എന്റെയൊക്കെ നാട്ടിലെ ഈ ഇങ്ങനെ ചില പേരുകൾ പ്രയോഗിക്കുമല്ലോ. അപ്പൊ ഞാൻ ഈ കച്ചറക്കൊള്ളി എന്നൊക്കെ പറയില്ലേ, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഒരാളെ വേണോ, ആവശ്യമുണ്ടോ? ഇല്ല, കുറച്ചൊക്കെ സ്വഭാവമുണ്ട്. നീ പറഞ്ഞ പോലെ ആരും പെർഫെക്റ്റ്. ഡെഫിനറ്റ്ലി. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഇതെന്റെ രേഷ്മയുടെ ആർട്ടിസ്റ്റ് രേഷ്മ ചെയ്ത വേസ്റ്റ് യാണിൽ നിന്ന് ചെയ്ത ഒരു ആർട്ടാണ് ഇത്. നമ്മൾ കാണണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാമറയിൽ കൂടെ കണ്ടാൽ അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. നേരിട്ട് കാണുന്നതിനെ കാട്ടി ഒരു സീനറിയാണ്. കുറച്ച് ദൂരം നിന്ന് കാണണം. വേസ്റ്റുമാണ്. വേസ്റ്റ് യാണില് അവള് ചെയ്ത ഒരു ഇൻസ്റ്റലേഷൻ ആണ്. എനിക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു ഞാൻ പറഞ്ഞ അന്ന് പ്രഗതി സമയത്ത് അവള് ചെയ്തു തന്നൊരു ആർട്ട് നമ്മൾ ഇവിടത്തേക്ക് ഡൊണേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ തന്നെ നമുക്കെല്ലാം ഹിസ്റ്ററിനെ പറ്റിയും ഒക്കെ നമ്മള് ഇതൊക്കെ നമ്മുടെ തന്നെ നെയ്ത്തുകാരാണ്. ഇതിനകത്ത് ഫുൾ പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ, പ്രോസസ് ആൻഡ് ദ പ്രോഡക്റ്റ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇത് വളരെ രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഞാൻ ആദ്യം ഒരു വാചകത്തിൽ തുടങ്ങിയത് മഹാത്മാഗാന്ധിയുടെ, അതും ശോഭയുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ശോഭ അത് വേണം, ആ ചിത്രം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യമേ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ശ്രീയുടെ അടുത്ത്, ഇവിടുത്തെ സിഇഒ ആണ്,
അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ കുറച്ച് പടമൊക്കെ വരയ്ക്കും ഇവിടെ, എനിക്കൊരു ഫുൾ ഫ്രീഡം തരണം. ആ ഒരു ഇന്റീരിയേഴ്സ് നമ്മൾ ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പുറത്തുള്ള വോളും കൂടി ഞാൻ കുറച്ചൊന്ന് എന്റേതായ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, സിഗ്നേച്ചർ ഇടും എന്ന് പറഞ്ഞു. അപ്പൊ അതില് നമ്മളിവിടെ വരുമ്പം തന്നെ ഗാന്ധി ആണ് അംബാസിഡർ എന്ന് പറയുന്നത് അല്ലേ കൈത്തറിയുടെ. ഞാൻ പറയാം, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫാഷൻ ഐക്കൺ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഗാന്ധി എന്ന് പറയും. അപ്പം ആണ് ഇന്ത്യനെ ഇത്രയും ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു ആദ്യമായിട്ട് അത്തരത്തിലൊരു ആംഗിളിൽ കൂടെ നോക്കിയേ ഒന്ന്. ശരിക്കും ഇന്റർനാഷണലി ആ ഒരു ധോത്തി കൊടുത്ത് ചെരുപ്പ് ഇടാതെ ആ ഒരു കണ്ണടയും വെച്ച് അല്ലേ ഒരു സിഗ്നേച്ചർ അല്ലേ അത്, പറയുമ്പോ തന്നെ ഗൂസ്ബംസ്. അയ്യോ, സോ ഗാന്ധി ഈസ് മൈ ഐഡൽ. യെസ്, ഇരുന്നാലോ? യെസ്, ഷുവർ. ഓക്കെ, ഇരിക്കൂ. താങ്ക് യു. അപ്പോ അതിഥി ദേവോ ഭവ. അതിഥിയാണല്ലേ ഇവിടെ, ഞങ്ങളുടെ അതിഥി ശോഭയാണല്ലോ. ഇനി ഞാൻ ന്യൂസ് 18 തന്നെയാണ് എപ്പോഴും അതിഥി ഒന്നും ഫാമിലി. അറിയാം, ഞാനിങ്ങനെ സംസാരിച്ചപ്പോ നമ്മുടെ അശ്വതി സിവി ചേച്ചി എല്ലാരും ഇങ്ങനെ എന്താണെങ്കിലും വിളിക്കാം. ചാനൽ ചേച്ചി, ശോഭ നീ ഓടി പറയാം, എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും വിളിക്കുന്നത്. നീ എവിടെയുണ്ട്, ഒരുപാടുണ്ട്, പെട്ടെന്ന് വന്ന് പറയും. സോ അങ്ങനത്തെ ഒരു ബന്ധമാണ് ചേച്ചിയായിട്ട്. അറിയാം, ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു, അശ്വതി പറഞ്ഞു, ഞാൻ അശ്വതി ചോദിച്ചറിയായിരുന്നു. അപ്പൊ അശ്വതി നീ ഒന്നും പേടിക്കണ്ട, സംസാരിച്ചു തുടങ്ങിയാ നീ മിണ്ടാൻ അവിടെ ഇരുന്നാൽ അവളെല്ലാം സംസാരിച്ചു. ഇങ്ങനെയാണ് എനിക്ക് ദൂരദർശനിൽ പ്രസന്റർ ആയിട്ട് കിട്ടുന്നത്. എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവര് അപ്പം മിനി ആൻഡ് അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസർ. അപ്പം കണ്ടപ്പം ആങ്കറിനെയും കാട്ടി കുട്ടി സംസാരിക്കുന്നുണ്ട്. എന്നാ പിന്നെ പോരുന്നോ ചോദിച്ചു. ഞാൻ പറയാം ഓക്കെ. വേറെ ഒന്നുമില്ല, കുക്കറി. ഞാൻ പറയാം കുക്കറി ഞാനിവിടെ ഒരു ബന്ധമില്ലാത്ത ആളാണ്, പക്ഷെ നല്ലോണം ഞാൻ കഴിക്കും, ഫുഡിയാണ്. കഴിക്കുന്ന പറഞ്ഞാൽ ഇഷ്ടമാണ് ട്രാവൽ ചെയ്ത് കഴിക്കാനൊക്കെ. അപ്പം അങ്ങനെ ഒരു കുക്കറി ഷോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദൂരദർശനില്. It was nice. Travel and eat. ഭക്ഷണം കഴിക്കാൻ യാത്ര ചെയ്യാം, ഇഷ്ടമുള്ള കാര്യമൊക്കെ. ഞാൻ ഒരു കരഞ്ഞു വിളറിയ ഒരു മുഖം കണ്ടായിരുന്നു ഇടയ്ക്ക്, ഈ പറയുന്ന പോലെ ഗൂഗിളിൽ പരത്തിയപ്പോ. അത് ഓക്കെ, അതൊരു എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്തൊരു ഘട്ടമാണ്. പക്ഷെ എനിക്ക് അപ്പോഴും ഞാൻ സംശയിച്ച് അത്ഭുതപ്പെടുത്തിയത് എങ്ങനെ അത് കണ്ടെത്തി, അത് ഒരു തെളിയിക്കാനുള്ള വഴിയിലേക്ക്. ഇപ്പോ ശോഭയുടെ ഓഫീസിൽ അത്തരം ഒരു കഞ്ചാവ് കൊണ്ടുവെക്കുന്നു, എന്നെ കുടുക്കിയതാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചെങ്ങനെയാ? സാധിച്ചെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഇപ്പം കണ്ടില്ലേ, ഇത്രയും പ്രോജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇത്രയും ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുകയാണ്, വിശ്വസിച്ച് നിൽക്കുകയാണ്. നമ്മൾ ബിൽഡ് ചെയ്ത ഒരു കുഞ്ഞിനെ പോലെ ബിൽഡ് ചെയ്ത ഒരു ബ്രാൻഡാണ്. ഒന്നല്ല, ഒരുപാട്. എന്റെ ഓരോ ഇനിഷ്യേറ്റീവ്സ് എന്റെ കുട്ടീനെ പോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. അത്ര ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആണ്. അത് ഒരു നിമിഷത്തില് അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഗുഡ് വില്ല് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം, ഇന്നസെൻസ് പ്രൂവ് ചെയ്യാന്ന്. അതെ, സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് എത്ര നാളെടുക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതിന് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. അപ്പം കേരളത്തിൽ നിന്ന് ഞാനിങ്ങനെ ആലോചിച്ച ഒരു 6 months, ഒരു മാക്സിമം ഒരു 1 year ഞാൻ കേരളത്തിൽ നിന്ന് ഞാൻ ഫൈറ്റ് ചെയ്യും. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡൽഹിയിൽ പോയി കുത്തിയിരിക്കും. ലൈക്ക് ഐ വാസ് സോ ദിസ് തിങ് ബിക്കോസ് എനിക്ക് വേറൊരു ഇതില്ല. ബിക്കോസ് ഞാനൊരു സിംഗിൾ ലൈഫാണ് ഞാൻ നയിക്കുന്നത്, അതും ഒരു ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെ ഒരു ലൈഫിൽ നിന്ന് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൽഫ് മെയ്ഡ് ആയിട്ടാണെന്ന് തന്നെ ഞാൻ പ്രൗഡ് ആയിട്ട് തന്നെ പറയും. ബിക്കോസ് ഞാൻ അത്രമാത്രം 13 years ഞാൻ ചാലഞ്ചസിലൂടെ പോയിട്ടുള്ള ഒരാളാണ്. ഈ ഒരു അപ്പം ഈവൻ ആത്മഹത്യ എന്നുള്ള ഇതൊക്കെ കടന്നു വന്ന ഒരാളാണ്. അപ്പം എനിക്ക് വേറൊരു ഇതില്ല, എനിക്ക് ജീവിച്ച് കാണിക്കുക എന്നുള്ളൊരു ഇത് തന്നെയാണ്. ഒരുപാട് പേര് നമ്മള് കുറ്റം പറയാനും ബാക്ക് സ്റ്റാബ് ചെയ്യാനും നമ്മളെ കുഴിയിലേക്ക് തള്ളിയിടാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. പറ്റുള്ളൂ. അത് എനിക്ക് ഓപ്ഷൻ ഇല്ല. അതാണ് ഡു ഓർ ഡൈ ആണ് ലിറ്ററലി. റിമാൻഡ് സമയത്തെ റിമാൻഡ് ചെയ്തില്ല. അതാ എന്റെ ഒരു സത്യം. എന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ എവിടേക്കോ ഒരു ഒരു ലക്കും അതുപോലെ തന്നെ ബ്ലെസ്സിങ്, ഐ വുഡ് സേ പ്യോർലി ബ്ലെസ്സിങ്, ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടിട്ടായിരിക്കും. പിന്നെ അമ്മയുടെ അച്ഛന്റെ ഒരു അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതായത് 400 grams ആയിരുന്നു, 1 kilo ആയിരുന്നെങ്കിൽ അകത്ത് പോയേനെ. അപ്പം ആൾജാമത്തിൽ വിടാം. അന്ന് സ്റ്റേഷൻ ബെയിൽ എനിക്ക് തന്നു. അപ്പൊ അതായിരുന്നു സത്യം പറഞ്ഞ ഈ ചെയ്ത ഹരീഷ് ഹരിദാസ് എന്ന് പറഞ്ഞ വ്യക്തി, അതുപോലെ നമ്മുടെ ഉഷ എന്ന് പറഞ്ഞ മെയ്ഡും ഇവരൊക്കെ കൂടെ ശിക്ഷ അനുഭവിച്ചോ? ശിക്ഷ അനുഭവിച്ചിട്ടില്ല. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയായിട്ടില്ല. അപ്പം അല്ല, കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫമേഷൻ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ കേസിന്റെ പുറകെ നിൽക്കുന്നുണ്ട്. ബിക്കോസ് ഇത് തെളിയണം. തെളിഞ്ഞു വെച്ചാൽ തെളിയുക മാത്രമല്ല, ഓൾറെഡി ഇതായല്ലോ, പക്ഷെ ശിക്ഷിക്കപ്പെടണം. ഇനി ഒരാള്
ഇങ്ങനെ ഒരു പക്ഷെ എന്നിട്ടും സെക്കൻഡ് ഒരു കേസ് ഉണ്ടായല്ലോ ഷീലയുടെ കേസ്, അത് 72 ദിവസം ജയിലിൽ പോവാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അത് എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കൊന്നും ഐ ഫീൽ റിയലി സോറി ഫോർ യുനോ ആൾക്കാർ ഈ ചെയ്യുന്ന മണ്ടത്തനുണ്ടല്ലോ, എന്നാലും ഇത് പുറത്തു വരും. പക്ഷെ അത് അനുഭവിക്കുന്നത് അവരുടെ ഉള്ളിൽ ആ ട്രോമ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കാണെങ്കിലും ആ ഒരു സമയത്ത് എന്റെ ട്രോമ, ആ 6 months ട്രോമ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അതായത് കിടക്കുമ്പോൾ നമ്മൾ ജയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മൾ ഞെട്ടി എഴുന്നേക്കും. ഒരു വണ്ടി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അസഡ് അറ്റാക്ക് ചെയ്യാൻ വരുന്നു, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, ആൾക്കാർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കുറ്റവാളി എന്നുള്ള രീതിയിലാണ്. ഇവിടെ ആയിരുന്നു ആ സമയത്ത് ഞാൻ ക്രാഫ്റ്റ് വില്ലേജിലായിരുന്നു. നമ്മൾ ക്രാഫ്റ്റ് വില്ലേജ് ഓപ്പൺ ചെയ്ത് 2021 ഇവിടെ ഓപ്പൺ ചെയ്ത് ഞാൻ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്താണ് അവിടെ ഈ സംഭവം ഉണ്ടാവുന്നത്. ഞാൻ ഫസ്റ്റ് FIR എഴുതി വെച്ചിരുന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തു കൊടുത്തു എന്നൊക്കെയാണ് കളർ റിപ്പോർട്ട് ചെയ്ത് വെച്ചത്. അപ്പൊ എന്തുമാത്രം കറപ്റ്റഡ് ആണ് നമ്മുടെ സിസ്റ്റം എന്നുള്ളതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നല്ല മനുഷ്യരും ഉണ്ട്. ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഉള്ളത് കൊണ്ടാണ് എന്റെ ഇന്നസെൻസ് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട CM അതുപോലെ തന്നെ DGP ഒക്കെ ആ സമയത്ത് ഈ കേസിൽ ഇൻവോൾവ് ആയി അത് ക്രൈംബ്രാഞ്ചിന് കൊടുത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ സ്വസ്ഥമായി ഫീനിക്സ് പ്രൂവ് ചെയ്യാൻ പറ്റിയെന്നല്ല, അത് എനിക്ക് തന്ന ഒരു ബോൾഡ്നെസ് ഐ കാണ്ട് എക്സ്പ്ലെയിൻ. ഇനി എന്ത് വന്നാലും എന്റെ ലൈഫില് ഐ നോ വാട്ട് ടു ഡു. മനസ്സിലായി. ഇനി ഈ ബിഗ് ബോസിലെ ആൾക്കാർക്ക് എപ്പോഴും നല്ല കോൺടാക്ട് ഉണ്ടോ? എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അഖിലായിട്ടോ? അഖിലിന്റെ അടുത്ത് അന്ന് തന്നെ നമ്മള് ഫിനാലേക്ക് തൊട്ട് മുമ്പേ എല്ലാം ഓക്കെ സെറ്റ് ആണ് എന്ന് പറഞ്ഞ് പോയതല്ലേ. അപ്പൊ പിന്നെ നമുക്ക് അതൊരു ഗെയിം ആയിരുന്നു, ഗെയിം ആണെന്നുള്ള കാര്യം രണ്ടുപേർക്കും അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പിന്നെ അതാണ് ഈ ഒരു നമ്മുടെ സീസണിന്റെ ഇപ്പൊ കുറെ പേര് എന്താ കുറെ ഇതൊക്കെ പറയുന്നുണ്ട്, എന്തോ ഭയങ്കര ബോറിംഗ് സീസൺ. ഒരിക്കലും അല്ല, അതിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയതും നമ്മുടെ സീസൺ തന്നെയാണ്. അപ്പം മാത്രമല്ല എല്ലാരും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അങ്ങനെ തന്നെ ആവേണ്ടത്. അതൊരു നല്ല മെസ്സേജ് ആണ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ളത്. സോ എന്തൊക്കെ അവിടെ ഇഷ്യൂസും അടിയും വീടിയും എല്ലാം ഉണ്ടായിരുന്ന പോലും അവസാന ദിവസം അത് എന്തൊരു ബ്യൂട്ടിഫുൾ ഒരു കാഴ്ചയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് തിരിയുക എന്നുള്ളൊരു കാര്യം അല്ലെ. എന്നിട്ട് തിരിഞ്ഞിട്ടില്ല, എല്ലാരും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ഇപ്പോഴും. ഉറപ്പായിട്ടും. ഈ ഇത്രമാത്രം നെഗറ്റീവ്സ് പറഞ്ഞ ആളോടൊക്കെ അന്നേരം എന്തായിരുന്നു മറുപടി കൊടുത്തോണ്ടിരുന്നത്? പുച്ഛം, ഒരു ലോഡ് പുച്ഛം. വേറെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ കേസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിവോഴ്സ് കേസ് നടക്കുന്നു. അപ്പം അവർക്കൊക്കെ അതൊരു യൂസ് ചെയ്യാൻ പറ്റിയൊരു, അതായത് സോഷ്യൽ മീഡിയയില് കുറെ മുഖംമൂടി അണിഞ്ഞിട്ട് കുറെ ബാഡ് ന്യൂസും കുറെ ആൾക്കാർ ഇങ്ങനെ തെറി വിളിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അതേ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മുമ്പോട്ട് വന്ന് നിൽക്കുന്ന ചെയ്യട്ടെ. അതിനുള്ള ഒരു ധൈര്യം ഇല്ലാത്തവരോട് എന്താണ് പറയണത്? അതായത് മുഖംമൂടി അണിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഐഡന്റിറ്റിയെ ഇല്ലാത്ത മനുഷ്യരോട് ഒന്നും പറയാനില്ല. സൈലൻസ് മാത്രം. സൈലൻസ് ആണ് സംടൈംസ് പവർഫുൾ, മോസ്റ്റ് പവർഫുൾ ടൂൾ എന്ന് പറയും. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. അതാണ് ശോഭയുടെ ഉറപ്പായിട്ടും. അപ്പം എന്തായാലും ശോഭ, താങ്ക് യു സോ മച്ച്. മോർണിംഗ് വൈബ്സിൽ ഇങ്ങനെ ഇത്രയും ഒരു വൈബോടി പോസിറ്റീവ് ഞാൻ വൈബ് നേടി ഇറങ്ങിയപ്പോഴാണല്ലോ ശോഭന്റെ മുഖം എന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത്. അതാ പെട്ടെന്ന് ഫോൺ വിളിച്ച് ശോഭയെ കാണാൻ ആഗ്രഹിച്ചതൊക്കെ. അപ്പൊ ഇന്ന് നീ തിരക്കാണ്, ഉദ്ഘാടനങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ, നാടമുറിക്കൽ. ഇന്ന് ഒരു കോളേജിൽ എനിക്കൊന്ന് നെയ്യാറ്റിൻകര ഭാഗത്തുണ്ട്, ITIയിൽ ഇന്ന് വരുന്നുണ്ട് ഞാൻ. അപ്പം അവിടെ പോയി കുറച്ച് കുട്ടികൾക്ക് നമ്മുടെ പോസിറ്റീവ് ഫാൻസ് ഉണ്ടോ? ഫാൻസ് അല്ല, ഞാൻ ഇപ്പൊ പറയും ഫാൻസ് ഉണ്ടോ? എക്സ്റ്റൻഡഡ് ഫാമിലി. സ്നേഹം മാത്രം. സോ നോ ഫാൻസ് അല്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര, ഇപ്പൊ ഞാൻ പൊങ്കാലയിടാൻ പോയപ്പോഴും അമ്മമാരുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ജെനുവിൻ സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് തന്നത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. വീട്ടിൽ പോലും ഞാൻ പറയാതെയാണ് ഞാൻ പോയത്. പക്ഷെ പ്രൂവ് ചെയ്ത് കാണിക്കുക എന്നുള്ള കാര്യം, ചില സമയം നമ്മൾ ലൈഫിൽ റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കുന്നവർക്കേ മുമ്പോട്ട് ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ. അപ്പം സക്സസ് ഫോർ മീ ഇസ് ഹാപ്പിനെസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്. സോ എൻഡ് ഓഫ് ദ ഡേ അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് എന്റെ അടുത്ത് ഇങ്ങനെ കമാൻഡ് പറയുന്നു. പക്ഷേ അപ്പൊ ഓക്കെ, ആങ്കർ ചെയ്തിട്ടുണ്ടല്ലേ പറഞ്ഞേ, എനിക്ക് വേണ്ടി ഇന്നത്തെ മോർണിംഗ് വൈബ്സ് ഫൈൻഡപ്പ് ചെയ്യാമോ? നാളെ കാണാം, വീണ്ടും കാണാന്ന് പറയാം. നാളെ വീണ്ടും കാണാൻ ശോഭയുടെ രീതിയിൽ ഒരിക്കലും പറയരുത്. എന്താണ് നമ്മുടെ രീതിയിൽ പറഞ്ഞു ഒരുമിച്ച് പറയാം. ഓക്കെ, സോ ഇതുപോലത്തെ പോസിറ്റീവ് വൈബും കാഴ്ചകളുമായി മോർണിംഗ് വൈബ്സ് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. സ്റ്റേ പോസിറ്റീവ്.